ഈ മൊത്തം മനോരഥങ്ങൾ എന്നുള്ള പ്രോജക്റ്റ് സത്യം പറഞ്ഞാൽ നടക്കുന്നത് MT എന്ന 2 അക്ഷരത്തോട് ഈ ഇൻഡസ്ട്രിക്കുള്ള ഗുഡ് വില്ലും കൊണ്ടാണ്. വെൻ ഇറ്റ് ഈസ് എ വുമൺ ഗിവിങ് സർട്ടൻ കമാൻഡ് അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനൊരു ഫെമിനിസ്റ്റാണ്. ഈസ് എ സ്ട്രോങ് ഫെമിനിസ്റ്റ് അറ്റ് ഹാർട്ട്. വീട്ടിലെ ലൈബ്രറി വാസ് ഓൾവേസ് ഓപ്പൺ. അതിൽ ഏത് പുസ്തകവും ഏത് പ്രായത്തിൽ എനിക്കെടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. അതിനൊന്നും ഒരു സെൻസർഷിപ്പും ഇല്ല. അത് ഐ തിങ്ക് ഹി വാണ്ടഡ് മീ ടു ഡിസ്കവർ ഓൺ മൈ ഓൺ. നമ്മൾ സ്റ്റേജിൽ വന്ന് നിന്നാൽ ഫസ്റ്റ് 2 minutes ആണ് നിങ്ങളുടെ സോ കോൾഡ് ആകാര സുഷമയെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ 2 minute കഴിഞ്ഞാൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് എന്താണോ അതിലേക്കാണ് ആളുകൾ ശ്രദ്ധിക്കുക. കഥ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഈ കാഴ്ച, ഷെർലക്, വിൽപ്പന, ഈ അഭയം തേടി വീണ്ടും, ഡാറസ്സലാം എനിക്കൊരുപാട് ഇഷ്ടമാണ്. വാരിക്കുഴി, ആൾക്കൂട്ടത്തിൽ തനിയല്ലേ സീമ ചെയ്ത ക്യാരക്ടർ, അത് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടർ. അതെന്തൊരു അത് ശരിക്ക് അവർക്ക് നമുക്ക് തീർച്ചയായിട്ടും ഒരാള് എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതുവരെ എന്നോട് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങളിന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്ത് കാണിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. ഞാൻ ഫീൽ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കിന്നുണ്ടായി. അപ്പോൾ അയാൾ ഹീസ് പ്രോബബ്ലി ഗോയിങ് ത്രൂ എ ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ഹിംസെൽഫ്. അശ്വതി പുതിയൊരു മേഖലയിലേക്കും കൂടെ കടന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MTയുടെ കഥകളാണ്, അശ്വതിക്ക് അച്ഛൻ്റെയും മനോരഥങ്ങൾ അല്ലേ, 9 സിനിമകൾ MTയുടെ 9 കഥകളെ ആസ്പദമാക്കി. അതിൽ അശ്വതി സംവിധാനം ചെയ്തിരിക്കുന്നത് വിൽപ്പന. ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ഹ്യൂജ് ലേണിംഗ് എക്സ്പീരിയൻസ് എന്നേ എനിക്കതിനെ പറയാൻ പറ്റുള്ളൂ. ഒരുപാട് പേടിയോടുകൂടിയാണ് സമീപിച്ചത്. സംവിധാനം എന്ന് പറയുന്നത് എൻ്റെ അജണ്ടയിൽ ഇല്ലാത്തൊരു സംഗതിയായിരുന്നു. വളരെ യാദൃശ്ചികമായിട്ട് ആ കഥ എന്നെ ഏൽപ്പിക്കുകയായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് ഇപ്പോൾ തിരിഞ്ഞ് നോക്കുമ്പോൾ സരിഗമ ഇതിൻ്റെ പ്രൊഡ്യൂസേഴ്സ്, അവരുടെ ക്രിയേറ്റീവ് ടീമിനോട് ഒക്കെ നന്ദിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വേണ്ട എന്ന് പലതവണ ഞാൻ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചിട്ടും അവരെന്നെ നിർബന്ധിച്ച് ഇത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു ഡയറക്ടർ എന്നൊന്നും പറയാനാവുമെന്ന് എനിക്കറിയില്ല. ബിക്കോസ് അതൊരു ഞാൻ പറഞ്ഞല്ലോ എൻ്റെ അജണ്ടയിൽ ഇല്ലാത്തൊരു സംഗതി സംഭവിക്കുന്നു. പക്ഷേ ആ സംഗതി ചെയ്യാനുള്ള ഒരു ധൈര്യം തന്നത് സന്തോഷ് ശിവൻ സാറാണ്. സന്തോഷ് ചേട്ടൻ്റെ സെറ്റിൽ ഞാൻ ഫസ്റ്റ് ഫിലിം നമ്മൾ ഷൂട്ട് ചെയ്തത് സന്തോഷ് ചേട്ടൻ്റെ ആയിരുന്നു. അഭയം തേടി വീണ്ടും വയനാട്ടിലായിരുന്നു. ഞാനവിടെ 10 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യും. ഫ്രീ ടൈമിൽ അദ്ദേഹം ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഒരെണ്ണം ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ല ചേട്ടാ, ഞാൻ ചെയ്യുന്നില്ല, ഞാൻ അത് ഒഴിവാകുകയാണ്. അതെന്താ നീ ചെയ്യാത്തത്? ഞാൻ പറഞ്ഞു, എനിക്ക് ഒന്നാമത് ടെക്നിക്കലി ഈ ക്രാഫ്റ്റിനെ കുറിച്ച് നോളജൊന്നുമില്ല. നമ്മൾ സ്റ്റേജ് പ്രൊഡക്ഷൻസ് ചെയ്യുന്ന പോലെയല്ലല്ലോ, ഇതിൽ വേറെ തന്നെ ഇറ്റ്സ് എ ബിഗ് ടീം വർക്ക്. അല്ലല്ല, നീ ചെയ്യണം എന്ന് പറഞ്ഞാൽ എനിക്ക് 1 മണിക്കൂർ ഇരുന്ന് ക്ലാസ് എടുത്തു. അവിടെ ഷോട്ട് റെഡിയാകുന്ന സമയം ഇവിടെ ഒരു ക്ലാസ് ആയിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമാണ് ഒരു ധൈര്യം തന്നെ. നല്ലൊരു ടീമിനെ വെച്ച് കഴിഞ്ഞാൽ നിനക്ക് ചെയ്യാൻ പറ്റും. കഥ ഉള്ളിലുണ്ടെങ്കിൽ കഥ നിനക്ക് വളരെ മനപ്പാടാണ്. അതിൽ ഓരോ ക്യാരക്ടറിൻ്റെയും ആർക്ക് നിനക്കറിയാം. നീ എന്നോടിങ്ങനെ നെറേറ്റ് ചെയ്യാൻ നിനക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിനക്കത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരു ധൈര്യം തന്നത് സന്തോഷ് ചേട്ടനാണ്. മനോരഥങ്ങളിൽ ഇപ്പം തിരഞ്ഞെടുത്തിരിക്കുന്ന കഥകളുണ്ടല്ലോ, അത് ആരുടെ തിരഞ്ഞെടുപ്പായിരുന്നു? MTയുടെ ആണോ അല്ലെങ്കിൽ ടീം മൊത്തത്തിൽ അങ്ങനെ? അതൊരു അൾട്ടിമേറ്റ് ഈ അവസാനത്തെ 9 എന്ന് പറയുന്ന ഒരു ടീം വർക്കാണ്. പക്ഷെ ആദ്യം ഒരു 50 എണ്ണം ഞാൻ തിരഞ്ഞെടുത്തു. പിന്നെ ആ 50 ഞാനും അച്ഛനും കൂടി ഇരുന്ന് അത് 20 ആക്കി. പിന്നെ ഈ 20 ചിലത് നമ്മൾ ഡയറക്ടേഴ്സിന്, ഇപ്പോൾ അച്ഛന് തോന്നുകയാണ് ചില കഥകൾ പ്രിയൻ ചെയ്താൽ നന്നാവും എന്ന് അച്ഛന് തോന്നിയാൽ നമ്മൾ ആ കഥകൾ സാറിന് അയച്ചു കൊടുക്കുന്നു. സാർ അതിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്യുന്നു. സോ ആ ഫൈനൽ 9 അങ്ങനെ ഉണ്ടായതാണ്. ഒരു ഡയറക്ടേഴ്സും കൂടി ആലോചിച്ചിട്ട് അങ്ങനെയാണ് അവസാനത്തെ 9 എണ്ണം നമ്മൾ തീരുമാനിക്കുന്നത്. പക്ഷേ ഈ തീരുമാനത്തിലും
നമുക്ക് ചില കഥകൾ നിർബന്ധമായിട്ടും ഇതിൽ വേണം എന്ന് എനിക്കുണ്ടായിരുന്നു. അത് ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു. പ്രത്യേകിച്ച് കാഴ്ച, ഷെർലക്, പിന്നെ കടുകണ്ണാവ ഒരു യാത്രക്കുറിപ്പ്, ഈ കഥകൾ എന്ന് പറയുന്നത് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് ഇതൊരു ഒന്നാമത് എല്ലാ കഥകളും ഒന്നിനൊന്ന് വ്യത്യാസം ആവണം എന്ന് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ 1960 മുതൽ 2000 വരെയുള്ള ആ കാലഘട്ടം, 98ലാണ് ലാസ്റ്റ്, അതുവരെയുള്ള ആ കാലഘട്ടത്തിൽ നിന്നാണ് നമ്മൾ ഈ സെലക്ഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കഥകൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട കഥകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മളിങ്ങനെ ഒരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഗ്ലോബൽ ഓഡിയൻസിലേക്ക് അത് എത്തണം. അതുകൊണ്ട് തന്നെ ആളുകൾ അത് കുറച്ചും കൂടി വായിക്കാൻ താല്പര്യപ്പെടും. അതെൻ്റെ ഒരു സെൽഫിഷ് മോട്ടീവാണ്. പക്ഷേ എങ്കിൽ കൂടി ആ കഥകൾക്കൊരു ദൃശ്യഭാഷ്യം ഉണ്ടായി കാണണം എന്നൊരുപാട് ഞാൻ ആഗ്രഹിച്ചിരുന്നു. ആക്ച്വലി വിൽപ്പനയും അങ്ങനെ ഇഷ്ടപ്പെട്ടൊരു കഥയാണ്. അതിൽ ആ ലിസ്റ്റ് ഉണ്ടാക്കിയപ്പോൾ നമ്മൾ തീർച്ചപ്പെടുത്തിയൊരു കഥയാണ്. തിരഞ്ഞെടുത്ത കഥകളെല്ലാം തന്നെ എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ എനിക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട കഥകളാണ്. ഈ മനോരഥങ്ങൾ വരുന്നു എന്ന് പറഞ്ഞപ്പം ആദ്യം നോക്കിയത് ഏതൊക്കെയാണ് അതിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ്. അതേതായാലും ഇപ്പോഴത്തെ കഥകളൊക്കെ തന്നെ നമ്മുടെ ഒരു വായനക്കാരി എന്നുള്ള അഭിപ്രായത്തിൽ വളരെ നല്ല സെലക്ഷൻ ആയിരുന്നു എന്ന് തന്നെയാണ് തോന്നിയിട്ടുള്ളത്. അതിൽ വിൽപ്പന ആണ് അശ്വതി ചെയ്യാമെന്നുള്ള തീരുമാനം അശ്വതിയുടെ ആയിരുന്നോ? അത് വേറൊരു ഡയറക്ടർ ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചതായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റിനെ വെച്ചിട്ട് ചെയ്യാനായിരുന്നു. അതിൻ്റെ ഒരു കഥയുടെ പശ്ചാത്തലം ഒരു നഗരം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട്. പക്ഷെ അതെന്തുകൊണ്ടോ അത് സംഭവിച്ചില്ല. അത് കംപ്ലീറ്റ്ലി അതൊരു ഒഴിവാക്കേണ്ട ഒരവസ്ഥ വന്നു. അപ്പോൾ ആ കഥ തന്നെ നമ്മൾ വേണ്ട എന്നുള്ളൊരു നിലപാടിലായിരുന്നു. അപ്പോൾ ആ സമയത്താണ് സരിഗമയുടെ ഒരു ക്രിയേറ്റീവ് ടീമുണ്ട്, അവരാണ് നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്. അപ്പോൾ അവരായിട്ട് ഡിസ്കഷൻ വന്നപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കുമായിരുന്നു, മാമിന് ചെയ്തൂടെ? ഇത്രയും വലിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ ഐ കാൻറ്റ് പൊസിഷൻ മൈ സെൽഫ്, ഐ കാൻറ്റ് ഈവൻ തിങ്ക് ഓഫ് മൈ നെയിം ബീങ് ദർ. ഞാൻ വളരെ ഒരുപാട് അവരോട് പറഞ്ഞു നോക്കി, വേണ്ട. പിന്നെ എനിക്കിത് അച്ഛൻ ഇതിനോട് എങ്ങനെ പ്രതികരിക്കും എന്നൊക്കെയുള്ള പേടി ഉണ്ടായിരുന്നു. പക്ഷേ അവർ തന്നെയാണ് വന്ന് അച്ഛൻ്റെ അടുത്ത് ഇത് സംസാരിച്ചത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവർക്ക് ചെയ്യാൻ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അവർ ചെയ്യട്ടെ. അതാണ് അച്ഛൻ്റെ ഒരു ലൈൻ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ ഇടപെടില്ല, നിങ്ങൾ ചെയ്യുക, അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മൾ തന്നെ അനുഭവിക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് ഇത് ചെയ്യാൻ തീരുമാനമാവുന്നത്. അപ്പം ഞാൻ സത്യത്തിൽ ആ കഥ എന്നെ തേടി വരികയായിരുന്നു, ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. ഒരുപാട് കഥകൾ അതിൽ ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഇതായിരുന്നില്ല, വേറെ ഏതെങ്കിലും കഥ ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് തോന്നിയതുണ്ട്? വെരി ഡിഫിക്കൾട്ട് അല്ല അത്. ശരിക്കും എൻ്റെ ഉള്ളിൽ എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛൻ്റെ ഫീമെയിൽ ക്യാരക്ടേഴ്സിൽ ഞാൻ റിലേറ്റ് ചെയ്തിരുന്ന കാഴ്ചയിലെ സുധയോടാണ്. അപ്പം എൻ്റെ മനസ്സിൽ കാഴ്ചയാണ് എൻ്റെ ഓൾ ടൈം സ്ത്രീ കഥാപാത്രങ്ങൾ ബേസ് ചെയ്തിട്ടുള്ള കഥകളിൽ ഓൾ ടൈം ഫേവററ്റ്. ഇപ്പോൾ മഞ്ഞിലെ വിമല എങ്ങനെയാണോ അതുപോലെയാണ് എനിക്ക് കാഴ്ചയിലെ സുധ. അപ്പോൾ ദാറ്റ് ഈസ് വൺ സ്റ്റോറി വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. സോ വിൽപ്പന അല്ലെങ്കിൽ എന്നൊരു ചോയ്സ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാഴ്ച. പക്ഷേ ശ്യാം സർ ഇസ് ഡൺ എ ബ്യൂട്ടിഫുൾ ജോബ്. അത് അദ്ദേഹത്തിന് മാത്രമേ അതിനെ അങ്ങനെ കൺസീവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം അച്ഛൻ്റെ കഥ മകള് സംവിധാനം ചെയ്യുന്നു എന്ന് പറയുമ്പം അച്ഛൻ്റെ ഒരു പ്രതികരണം പറഞ്ഞു. ഇപ്പം സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇപ്പം പ്രദർശനത്തിന് ഒരുങ്ങുകയാണല്ലോ, അപ്പോഴുള്ള അച്ഛൻ്റെ ഒരു പ്രതികരണം എന്താ? പ്രതികരിക്കാത്ത ആളല്ലേ? അതെ, വായനക്കാരെങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, പക്ഷെ മകളാണല്ലോ. പ്രിവ്യൂ കണ്ടിരുന്നു അച്ഛൻ, എല്ലാ സിനിമകളും പ്രിവ്യൂ കണ്ടിരുന്നു. കണ്ടിട്ട് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടെങ്കിൽ സാധാരണ പറയും, എന്തെങ്കിലും അത് ഇങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ആ ഭാഗം ഒന്ന് എഡിറ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചില കഥകളിൽ അങ്ങനെ സജഷൻസൊക്കെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വിൽപ്പന കണ്ടു കഴിഞ്ഞപ്പോൾ ഒന്നും പറഞ്ഞില്ല. അപ്പം എൻ്റെ ഒരു വിശ്വാസം കഥയോട് ഞാൻ നീതി പുലർത്തി എന്നാണ് തോന്നുന്നത്. ബാക്കി പ്രേക്ഷകരാണ് തീരുമാനിക്കേണ്ടത്. ഇതിലെ അഭിനേതാക്കളെയും ഒക്കെ തിരഞ്ഞെടുക്കുമ്പോഴുള്ളൊരു അശ്വതിയുടെ ഒരു വെല്ലുവിളി എന്തായിരുന്നു? അതൊരു ശരിക്കും പറഞ്ഞാൽ വലിയൊരു ചാലഞ്ച് തന്നെയായിരുന്നു. എന്തുകൊണ്ടോ സുനിൽ ദാസ് എന്നുള്ള കഥാപാത്രത്തിന് മനസ്സിലാദ്യം തന്നെ ആസിഫിൻ്റെ മുഖമാണ് വന്നത്. അപ്പോൾ ആ ചോയ്സ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടിയില്ല. പക്ഷേ നേരെ മറിച്ച് ഗീത പാരേഖ്
ജനിച്ചത് മാത്രമേ കേരളത്തിലുള്ളൂ. അവർ പഠിച്ചതും വളർന്നതും ഒക്കെ കേരളത്തിന് പുറത്താണ്. വിവാഹം കഴിച്ചിരിക്കുന്ന ഒരു ഗുജറാത്തി ബിസിനസ്മാൻ. അവർ ഒരു മാരേജിലൊരു വല്ലാത്തൊരു ഫേസിലൂടെ കടന്നു പോകുന്നൊരു കഥാപാത്രം. അപ്പോൾ അവർക്ക് മദ്യപിക്കുന്ന ശീലമുണ്ട്. അപ്പോൾ ഒരു വെരി ഫൈൻ ലൈൻ ബിറ്റ്വീൻ ഡിപ്രഷൻ ആൻഡ് നോർമൽസി. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനെ ചെയ്യാൻ മലയാളത്തിലെ കുറച്ച് മെയിൻ നല്ല മുൻനിര ആർട്ടിസ്റ്റിനോടൊക്കെ ഞാൻ ചോദിച്ചിരുന്നു. അപ്പോൾ പലർക്കും ഇതിൽ മദ്യപിക്കുന്ന സീനുണ്ട്, അങ്ങനെ ഒരു ഇമേജിൻ്റെയൊക്കെ ഒരു ചില പ്രശ്നങ്ങളൊക്കെ അവർ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ മാറി നിന്നപ്പോൾ പിന്നെ ഞാൻ അപ്രോച്ച് ചെയ്തത് കൊങ്കണ സെൻ ശർമ്മയായിരുന്നു. അവർക്ക് ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറ്റിയ വെച്ചാൽ കോവിഡിന് മുന്നേ കമ്മിറ്റ് ചെയ്ത ഒരുപാട് കാര്യങ്ങൾ അവർ ആ സമയത്ത് ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു എനിക്ക് ഈ ഘട്ടത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഐ എം വെരി ഹാപ്പി MT സാറിൻ്റെ ഒരു പ്രോജക്റ്റിലേക്ക് എന്നെ വിളിച്ചു. ഷി വാസ് വെരി എക്സൈറ്റഡ്. ഞാൻ സ്റ്റോറിയൊക്കെ അയച്ചു കൊടുത്തിരുന്നു. പിന്നെ അതിനുശേഷം ആര് എന്നിങ്ങനെ കുറച്ചൊരു സദേൺ ലുക്കിംഗ് ആളും വേണം. അങ്ങനെയാണ് പെട്ടെന്നാണ് തോന്നിയത് എന്തുകൊണ്ട്. അപ്പം മധുബാല ആ സമയത്ത് തെലുങ്കിലൊക്കെ ചെറിയ ചെറിയ റോൾസ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു എന്തുകൊണ്ട് മധുവിനെ അപ്രോച്ച് ചെയ്തുകൂടാ. അപ്രോച്ച് ചെയ്തപ്പോൾ അവർ ഭയങ്കര എക്സൈറ്റഡായി. 2 തവണ ഞങ്ങൾ സൂമിൽ സംസാരിച്ചു. 2 തവണ. ആദ്യത്തെ തവണ ഞാൻ സംസാരിച്ചു, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ടറി ടോക്ക്. 2ാമത്തെ തവണ ഞാൻ സ്ക്രിപ്റ്റിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ അയച്ചു കൊടുത്തു. എന്നിട്ട് അവരത് വായിച്ചതിന് ശേഷം പിന്നെ ഒരു തവണ കൂടി സംസാരിച്ചായിരുന്നു. ക്യാരക്ടറിൻ്റെ ആർക്ക് എങ്ങനെയാണ്, ലുക്ക് എങ്ങനെ വേണം എന്നൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്തു. പിന്നെ ഞാൻ ഷൂട്ടിൻ്റെ തലേന്നാണ് കാണുന്നത്. അത്രേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ സീൻ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ വന്ന് ആദ്യത്തെ 2-3 ഷോട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇതാണ് ഗീത പരീഖ്. ബിക്കോസ് അവരുടെ ബോഡിയിലും അവരുടെ ബിഹേവിയറിലും ഒക്കെ അങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. അവരുടെ ഒരു നാച്ചുറൽ ബിഹേവിയർ ഗീതയുടെ ഒരു നാച്ചുറൽ രീതിയിലേക്ക് എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയത്. ഇറ്റ് വാസ് റിയലി അതെന്തോ ഒരു മാജിക് പോലെ സംഭവിച്ചു. ഷീ ഈസ് വെരി കോഓപ്പറേറ്റീവ് ആൻഡ് ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹർ, ഗ്രേറ്റ്ഫുൾ ടു ആസിഫ് ഓൾസോ. എന്ന് വെച്ചാൽ ആസിഫ് ഈ പറഞ്ഞ പോലെ സ്ക്രിപ്റ്റ് അയച്ചു കൊടുത്തിരുന്നു. അദ്ദേഹം അത് വായിച്ചോന്ന് എനിക്കറിയില്ല. പിന്നെ ഞാൻ നേരിട്ട് കാണുന്നു ഒരു ദിവസം വീട്ടിൽ പോയിട്ട്. അപ്പോൾ നമ്മളിരുന്ന് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു, ഇതാണ് ബേസിക് ക്യാരക്ടർ. അതിനെന്താ മാം നമുക്ക് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞു ശരിക്കും ആലോചിച്ചോ, എനിക്ക് എപ്പോഴും പേടിയുണ്ട്. അപ്പം കുഴപ്പമില്ല നമുക്ക് ചെയ്യാം ശരിയാവും പറഞ്ഞിട്ട് പുള്ളിയും ഒരിത്തിരി എനിക്ക് ധൈര്യം തന്നു. പിന്നെ തലേ ദിവസമാണ് ആസിഫ് വന്നിട്ട് നമ്മൾ ഇരുന്ന് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പം നമ്മൾ കേട്ട പോലെയല്ല കേട്ടോ, ഇതിലൊരു മൊമെൻറ്റം ഒരു ടെൻഷനൊക്കെ ബിൽഡാവുന്നുണ്ട്. ശരി, അങ്ങനെയാണ് ഇവരുടെ 2 പേരുടെയും ചോയ്സ്. പിന്നെ അതിലൊരു ചെറിയ ചെറിയ ക്യാരക്ടേഴ്സായിട്ട് കുറച്ച് പേര് വരുന്നുണ്ട്, കുറേ പുതുമുഖങ്ങളുണ്ട്. പിന്നെ ശ്രീജിത്ത് രവി ഒരു ചെറിയ ഒരു ഫ്ലാഷേ ഉള്ളൂ, പക്ഷെ അദ്ദേഹത്തെ നമ്മൾ മറക്കില്ല, അങ്ങനത്തെ ഒരു ഫ്ലാഷാണ്. ഉജ്വൽ ചോപ്ര എന്ന് പറയുന്ന ഹിന്ദി നടനുണ്ട്, അദ്ദേഹമാണ് മിസ്റ്റർ പാരേഖ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു ഒറ്റ ദിവസം ആ ക്ലൈമാക്സിൽ മാത്രം ഒരു ഡയലോഗേ ഉള്ളൂ അദ്ദേഹത്തിന്. പക്ഷേ വെരി കമ്മിറ്റഡ്, വെരി സീനിയർ ആർട്ടിസ്റ്റ്. പക്ഷേ വന്നു, സീൻ എന്താണെന്ന് ചോദിച്ചു, പെർഫോം ചെയ്തു. ഇൻഫാക്റ്റ് ആ ഒരു ക്ലൈമാക്സ് സീനിൽ അവരടിക്കുന്ന ഒരു സീനുണ്ട്. ശരിക്കും ഒരു സെക്കൻഡിൽ മധു മാം റിയാക്ട് ചെയ്തുകൊണ്ട് അതവിടെ നിന്നു, അല്ലെങ്കിൽ പക്ഷെ അവർ ഭയങ്കര കമ്മിറ്റഡാണ് അദ്ദേഹം. മനോരഥങ്ങളിൽ വന്നിട്ടുള്ള സിനിമകളിലൊക്കെ പാട്ടിൻ്റെ ഒരു പ്രാധാന്യം എങ്ങനെയാണ്? മ്യൂസിക്കലി വളരെ റിച്ചാണ് ഈ പ്രോജക്റ്റ്. 7 സിനിമയിലാണ് പാട്ടുള്ളത്. അപ്പോൾ 7 വളരെ ആ സിറ്റുവേഷന് ആപ്റ്റായിട്ടുള്ള കുഞ്ഞു പാട്ടുകളാണ്. അപ്പോൾ അത് വളരെ ഭംഗിയായിട്ട് വളരെ മ്യൂസിക്കലി റിച്ചായൊരു പ്രോജക്റ്റാണ്. വലിയ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഉണ്ട്. ടൈറ്റിൽ ട്രാക്ക് ചെയ്തിരിക്കുന്ന M ജയചന്ദ്രൻ സാറാണ്, KS ചിത്രയാണ് പാടിയിട്ടുള്ളത്. പിന്നെ ഓരോ സിനിമയും പറഞ്ഞ പോലെ ബിഗ് നെയിംസ് ഓൺ ദ മ്യൂസിക് ഫ്രണ്ട്. സ്ത്രീകൾ സംവിധാന രംഗത്തേക്ക് വരുമ്പം അശ്വതിനെ സംബന്ധിച്ച് പ്രിവിലേജ് ഉണ്ട്. സാധാരണ സ്ത്രീകൾ വരുന്ന പോലെയല്ല, മനോരഥങ്ങളുടെ ക്രിയേറ്റീവ് പ്രൊഡ്യൂസറും കൂടിയാണ്, കൂടെ ഒരു സിനിമയും സംവിധാനം ചെയ്തു. വെല്ലുവിളികൾ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയാൻ പറ്റില്ല, ഡിസ്പൈറ്റ് ദ പ്രിവിലേജസ്. എന്ന് വെച്ചാൽ ഈ മൊത്തം മനോരഥങ്ങൾ എന്നുള്ള പ്രോജക്റ്റ് സത്യം പറഞ്ഞാൽ നടക്കുന്നത്
MT എന്ന 2 അക്ഷരത്തോട് ഈ ഇൻഡസ്ട്രിക്കുള്ള ഗുഡ് വില്ലും കൊണ്ടാണ്. അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ഐ എം ഫോർ എവർ ഗ്രേറ്റ്ഫുൾ ടു ഓൾ ദി ആർട്ടിസ്റ്റ്, ഓൾ ദി ടെക്നീഷ്യൻസ് ഹു വർക്ക്ഡ്. അത് ആ ഒരു അവർക്ക് അച്ഛനോടുള്ള റെസ്പെക്റ്റും സ്നേഹവും കൊണ്ടാണ് എനിക്കിത് നടത്തിയെടുക്കാൻ പറ്റിയത്. അത് പറഞ്ഞേ പറ്റൂ. പിന്നെ മറുഭാഗം ഇതിൻ്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിലേക്ക് നമ്മൾ കടക്കുമ്പോൾ എൻ്റെ കമ്പനിയാണ് ഇതിൻ്റെ ലൈൻ പ്രൊഡക്ഷൻ ചെയ്തത്. ഓരോ ഫിലിമും പ്രൊഡ്യൂസ് ചെയ്യുന്ന സരിഗമയാണെങ്കിലും ഇതിൻ്റെ ഷൂട്ട് മുതൽക്കുള്ള കാര്യങ്ങൾ, പോസ്റ്റ് പ്രൊഡക്ഷൻ വരെയുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്തത് എൻ്റെ കമ്പനിയാണ്, ന്യൂസ് വാല്യൂ പ്രൊഡക്ഷൻസ്. ഞാനും അച്ഛനാണ് അതിൻ്റെ നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ, ഞാനും സുധീർ അമ്പലപ്പാടും ഞങ്ങളാണ് അതിലെ ഡയറക്ടേഴ്സ്. അപ്പോൾ ഞങ്ങളിത് ലൈൻ പ്രൊഡക്ഷൻ ഞങ്ങളെ സരിഗമ ഏൽപ്പിക്കുന്നത് 2 കാരണം കൊണ്ടാണ്. ഒന്ന്, നമുക്ക് ആർട്ടിസ്റ്റായിട്ടുള്ള റാപ്പോ ഷെഡ്യൂൾ ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമുണ്ട്. അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ഫുട്ടിങ് ആയിട്ടില്ല. സരിഗമ ഇപ്പോഴാണ് മലയാളത്തിൽ ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ തുടങ്ങി. ആ സമയത്ത് അവർക്ക് അങ്ങനെ ഒരു ടീമിനെ ആവശ്യമായിരുന്നു. അപ്പോൾ ഈ പ്രൊഡക്ഷൻ സൈഡിലേക്ക് കടന്നപ്പം എൻ്റെ ഒരു ആഗ്രഹം എന്തായിരുന്നു വെച്ചാൽ പെൺകുട്ടികൾ വേണം നമ്മുടെ ടീമിൽ. ഞങ്ങൾ 7 പേരാണ് ടീം. 7 പേരിൽ എന്നെ മാറ്റി നിർത്തിയാൽ ബാക്കി 2 പെൺകുട്ടികളുണ്ട്, ബാക്കി 4 പേരെ മെയിലുള്ളൂ. അപ്പോൾ ഒരു കുട്ടി അലീഷ, അത് കമ്മ്യൂണിക്കേഷൻസ് ആൻഡ് കോർഡിനേഷൻ ഹാൻഡിൽ ചെയ്തു. വേറൊരു കുട്ടി ഗായത്രി, കുട്ടി കോൺട്രാക്ട്സ്, ലീഗൽ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഷൂട്ട് വയനാട് നടക്കുകയാണ്. അപ്പോൾ അതിൽ സന്തോഷ് സാറിൻ്റെ സെറ്റിൽ പിറ്റേ ദിവസം രാവിലെ 6 മണിക്ക് ഷൂട്ട്. വേറൊരു കുട്ടി കൂടി ഉണ്ടായിരുന്ന സമയത്ത് ഭുവനേശ്വരി ട്രാൻസ്പോർട്ടേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു. അപ്പോൾ രാവിലെ ഡ്രൈവേഴ്സിന് കോൾ കൊടുക്കേണ്ടത് ഈ കുട്ടിയാണ്. കുട്ടി വിളിച്ചിട്ട് ആരും വരുന്നില്ല. അപ്പോൾ ആദ്യത്തെ ദിവസം ഷൂട്ട് 1 മണിക്കൂർ ഡിലേ ആയി. ആരും വരുന്നില്ല എന്ന് പറഞ്ഞ് ഈ കുട്ടി കരഞ്ഞുകൊണ്ട് എന്നെ വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, വരുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, നീ വിളിച്ചു കഴിഞ്ഞാൽ വരണ്ടേ, നമ്മൾ ഇന്നലെ എല്ലാവർക്കും ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്താൽ. ഇല്ല മാം, വരുന്നില്ല. ഭയങ്കര സങ്കടമായി. അപ്പോൾ പിറ്റേ ദിവസം നമ്മളൊരു തീരുമാനം എടുത്തു, ഭുവനേശ്വരി വിളിച്ചിട്ട് വരാത്ത ഡ്രൈവേഴ്സ് നമുക്ക് വേണ്ട. വെൻ ഇറ്റ് ഈസ് എ വുമൺ ഗിവിങ് സർട്ടൻ കമാൻഡ് അല്ലെങ്കിൽ ഒരു ഡിറക്ഷൻ പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു അറ്റ്മോസ്ഫിയർ ഇപ്പോഴും ഇൻഡസ്ട്രിയിലുണ്ട്. തീർച്ചയായിട്ടും അതൊരു സങ്കടമുള്ള കാര്യമാണ്. പക്ഷേ പിറ്റേ ദിവസം ആകുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ റെഡിയായി. നമ്മളുടെ തീരുമാനം എത്രയേ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളുടെ ടീമിലത്തെ ആര് വിളിച്ചാലും റെസ്പോണ്ട് ചെയ്യണം. അത് സ്ത്രീ എന്നോ പുരുഷനെന്നോ വേർതിരിവില്ല. അതിന് പറ്റാത്തവർ നമുക്ക് വേണ്ട, അതായിരുന്നു. പക്ഷെ ആ ഒരൊറ്റ ഇൻസിഡൻറ്റോട് കൂടി പിന്നെ നമ്മുടെ ന്യൂസ് വാല്യൂൻ്റെ ഒരു ലൈൻ എന്താണെന്നുള്ളത് പൊതുവേ ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും മനസ്സിലായി. പിന്നെ അതങ്ങോട്ട് ആ 9 സിനിമയും കഴിയണവരെ ഈ കുട്ടികളുണ്ടായിരുന്നു. എനിക്ക് വളരെ സന്തോഷത്തോടെ പറയാൻ പറ്റും, അവരത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട്. ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നില്ല ആ 2 കമ്മ്യൂണിക്കേഷൻസ് എന്നുള്ളൊരു സംഗതി ഒരാണുങ്ങൾ ഹാൻഡിൽ ചെയ്ത് എത്ര പെർഫെക്റ്റായിട്ട്. ഞാൻ കാനഡയിൽ 12 ദിവസം ഷെർലോക്കിൻ്റെ ഷൂട്ടിന് പോയപ്പോൾ 12 ദിവസം അവിടെ പകലാകുമ്പോൾ ഇവിടെ രാത്രിയാണ്. ഈ കുട്ടി രാത്രി ഓൺ കോളായിരിക്കും. നമ്മൾ ഏത് എമർജൻസിക്ക് വിളിച്ചാലും അവൾ റെസ്പോണ്ട് ചെയ്യും. ഐ തിങ്ക് ആ ഒരു ഡെഡിക്കേഷൻ ഓൺലി വിമൻ ക്യാൻ ഡു എന്ന് എനിക്ക് എപ്പോഴും ഐ ഫീൽ ഐ എം പ്രൗഡ് ടു സേ ദാറ്റ്. നമ്മൾ തുടങ്ങുന്നത് പീക്ക് കോവിഡിലാണ്. അതായത് സെക്കൻഡ് ഫേസ് ഓഫ് കോവിഡ് ഉണ്ടല്ലോ, 21 ജൂലൈയിലാണ് നമ്മൾ തുടങ്ങുന്നത്. സന്തോഷ് സാറിൻ്റെ സെറ്റിൽ രാവിലെ ഷൂട്ടിന് ഒരു ദിവസം പോയപ്പോൾ അവിടെ കണ്ടെയ്ൻമെൻറ്റ് സോണായി, നാട്ടുകാരെ അടുപ്പിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, അന്നത്തെ ഷൂട്ട് ക്യാൻസലായി പോകുമോ എന്നുള്ളൊരു ഘട്ടത്തിൽ അപ്പോൾ സന്തോഷ് സാർ ഇടപെട്ടു. നീ പേടിക്കണ്ട, നമുക്ക് വണ്ടി തിരിച്ചുവിട് ഹോട്ടലിലേക്ക്. ഫുൾ ക്രൂ തിരിച്ച് ഹോട്ടലിലെത്തി. ഹോട്ടലിൻ്റെ സൈഡിൽ ഒരു സ്പേസ് പുള്ളി കണ്ടെത്തി. ആർട്ട് ഡയറക്ടറോട് പറഞ്ഞു, സാബു ഇവിടെ സെറ്റിട്. അവിടെ സെറ്റിട്ട് 2 മണിക്കൂർ ഞങ്ങളവിടെ ഷൂട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനത്തെ പല ക്രൈസിസും അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ മേജർ ക്രൈസിസ് എന്ന് പറയണത് ഷെർലോക്കിൻ്റെ ഷെഡ്യൂള് അത് നടക്കുമല്ലയോ എന്ന് വരെ സംശയമായി. യുക്രൈൻ വാർ വന്നു. ആ സമയത്ത് കനേഡിയൻ വിസ എംബസി എന്ത് ചെയ്തു എന്ന് വെച്ചാൽ റെഫ്യൂജീസിന് ഓപ്പൺ ചെയ്തു. ബാക്കിയുള്ള വിസയൊക്കെ അവർ മാറ്റി വെച്ചു. നമുക്കാണെങ്കിൽ 10 ദിവസം 12 ദിവസം ഫഹദ് തന്നത് ബിറ്റ്വീൻ വിക്രം ആൻഡ് പുഷ്പ, 2ലും വർക്ക് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് അദ്ദേഹം ഈ സമയം നമുക്ക് തരുന്നത്. അപ്പോൾ അതിൽ തീർത്തേ പറ്റൂ. വിസ അടിച്ച് വന്നിട്ടില്ല. ആകെ ടെൻഷനായി. ഞാൻ പലരെയും വിളിയായി, ഇതെങ്ങനെയെങ്കിലും ഇത് നടക്കുമോ ഇല്ലയോ എന്ന് വരെ നമുക്ക്. അത് ഭയങ്കര ഒരു ടെൻഷൻ. എന്താ വെച്ചാൽ നമ്മളിത് ഓൾറെഡി കമ്മിറ്റ് ചെയ്തു.
പ്ലാറ്റ്ഫോമിന്. കമ്മിറ്റ് ചെയ്തൊരു സാധനം, അപ്രൂവലായ ഒരു സാധനം നമുക്ക് എങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റും? വേറൊരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യാനും പറ്റില്ല. എന്നുവെച്ചാൽ ആംബിയൻസ് അതാണ്. കാനഡ നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം അമേരിക്ക അപ്പോഴും ഓപ്പൺ ആയിട്ടില്ല ഫോർ തിങ്സ് ലൈക്ക് ഷൂട്ട്. അവർ അപ്പോഴും ഓപ്പൺ ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് കാനഡയാണ് നെക്സ്റ്റ് ക്ലോസസ്റ്റ്, ആ ഒരു ഭൂപ്രകൃതിയും കാര്യങ്ങളും ഒക്കെ വെച്ച്. അപ്പോൾ അതൊരു ക്ലോസ് കോളായിരുന്നു. അത് എങ്ങനെ വിസയൊക്കെ അടിച്ച് ഭയങ്കര ലാസ്റ്റ് മിനിറ്റ് എല്ലാം. നമ്മൾ ഇവിടുന്ന് 8 പേരായിരുന്നു ക്രൂ പോയത്. ഒരു വിധത്തിൽ അത് ചെയ്തു പോന്നു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ സപ്പോർട്ടുണ്ടായിരുന്നു. അഗൈൻ മമ്മൂക്കയുടെ ഷൂട്ട് ശ്രീലങ്ക, ഇക്കണോമിക് ക്രൈസിസ്, റയറ്റ്സ് ഒക്കെ നടക്കുന്ന സമയത്താണ് ഷൂട്ട്. അപ്പം 2 തവണ മാറ്റി വെച്ചു. നമുക്കവിടെ ഒരു കാർത്തിക് എന്ന് പറയുന്ന ഒരാളും പിന്നെ അവിടുത്തെ ഒരു ടൂറിസം മിനിസ്റ്റർ ഹാരൻ ഫെർണാൻഡോ, അദ്ദേഹമായിട്ട് നമ്മൾ നിരന്തരം കോണ്ടാക്ട് വെച്ചു. അപ്പോൾ അവർക്ക് മമ്മൂക്ക അവിടെ വലിയ സ്റ്റാറാണ് കേട്ടോ. നമ്മുടെ സിനിമകളൊക്കെ അവർ കണ്ടിട്ട് അവർക്ക് മമ്മൂട്ടി എന്നൊക്കെ പറയുമ്പോൾ സൂപ്പർ സ്റ്റാർ വരുന്ന എയർപോർട്ടിലൊക്കെ ഉള്ള വെൽക്കം ഒക്കെ ഭയങ്കരമായിരുന്നു അദ്ദേഹത്തിന്. അങ്ങനെ അവിടെ ഈ പറഞ്ഞ പോലെ എത്തുന്ന ദിവസം, നമ്മൾ ലാൻഡ് ചെയ്യുന്ന ദിവസം അവിടെ ചൈനേൻ്റെ ഒരു ഷിപ്പ് അതിനടുത്ത് ഒരു ബോർഡറിൽ വരികയും അവിടെ കുറച്ചൊരു ടെൻഷൻ ഉണ്ടായ ഒരു ദിവസമായിരുന്നു. ഒരു ചൈനീസ് ഷിപ്പ് വന്നിട്ട് ശ്രീലങ്കൻ വാട്ടേഴ്സിൽ കാണാം. അത് ഭയങ്കര ഇഷ്യൂ ആയി. അപ്പോൾ നമുക്കിത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു പേടിയൊക്കെ വന്നു. പക്ഷേ അഗൈൻ അവിടെ മമ്മൂക്കയാണ്, ഹീ ടുക്ക് കൺട്രോൾ ഓഫ് ദി സിറ്റുവേഷൻ. എങ്ങനെയാണെന്നറിയില്ല, അദ്ദേഹം പലയിടത്തും നമ്മൾ പുറത്ത് ഔട്ട്ഡോർ ഷൂട്ട് ചെയ്യുമ്പം, കാറിൽ പോകുന്ന സീനൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ പലയിടത്തും മൂപ്പരാണ് ധൈര്യം കൊടുത്തത് ടീമിന്. നമുക്ക് ചെയ്യാം, നിങ്ങൾ പേടിക്കല്ല, നിങ്ങൾ കയറ്, ചെയ്യാം, വണ്ടി എടുക്കുക എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു എല്ലാവരെയും സേഫ് ഗാർഡ് ചെയ്തുകൊണ്ടൊരു എല്ലാവരെയും മോട്ടിവേറ്റ് ചെയ്യുന്നൊരു ആളായിട്ട് മമ്മൂക്ക നമ്മുടെ കൂടെ നിന്നു. ഇവിടെ തൊടുപുഴ ഓളവും തീരവും നമ്മൾ ലൊക്കേഷൻ കാണാൻ പോയപ്പം നല്ല തെളിഞ്ഞ പുഴ, തൊമ്മൻകുത്ത് ആ ഭാഗത്ത് നല്ല ക്ലിയർ വാട്ടർ. അപ്പം പ്രിയൻ സാർ പറഞ്ഞു ഇവിടെ തന്നെ ഷൂട്ട് ചെയ്യാം, നമുക്ക് ഫിക്സ് ചെയ്യാം എന്ന് പറഞ്ഞു. ഫിക്സ് ചെയ്തു. നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ 4 ദിവസം മുന്നേ മഴ തുടങ്ങി. നമ്മൾ അവിടെ എത്തി നോക്കുമ്പം പുഴയൊക്കെ കൂടി കലങ്ങി മറിഞ്ഞ് കുത്തി ഒഴുകുന്ന പുഴയാണ്. അപ്പോൾ പറഞ്ഞ് നമുക്ക് ഡ്യൂപ്പിനെ സെറ്റ് ചെയ്യാം. സാർ പിന്നെ ലാൽ സാറിനെ വളരെ സേഫ് ഗാർഡ് ചെയ്തുകൊണ്ട് എന്തും ചെയ്യും. ഒരു റിസ്കിനും പ്രിയൻ സാറ് സമ്മതിക്കില്ല. അതുപോലെ ലാൽ സാറ് സെറ്റിലെത്തുന്നു, ഡ്യൂപ്പിനെയൊക്കെ കണ്ടു കഴിഞ്ഞ് അവർ ലാൽ സാറും സന്തോഷ് സാറും സാബു സാറും പ്രിയൻ സാറും ടെൻറ്റിൽ എന്തോ ഡിസ്കഷൻ ഉണ്ട്. കുറേ കഴിഞ്ഞ് പ്രിയൻ സാറ് പുറത്ത് വരുന്നു, ഷോട്ട് റെഡിയല്ലേ, സന്തോഷ് സാറ് പോയി 3 ക്യാമറയൊക്കെ വെച്ചിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് ഒട്ടും ആരോടും പറയാതെ, ഇത് ലാൽ സാറും സന്തോഷ് ഏട്ടനും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത്. സാർ എടുത്ത് ചാടി വെള്ളത്തിലേക്ക്, പ്രിയ ആരും വേണ്ട ഞാൻ തന്നെ ചെയ്തോളാം. അപ്പോൾ നമുക്കൊക്കെ ടെൻഷനാണ്. അപ്പോൾ ഈ ഷോട്ടിൻ്റെ ഫ്രെയിമിൻ്റെ അപ്പുറത്ത് ഡൈവേഴ്സ് ഉണ്ടാവും, അപ്പുറത്തും ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ട്. എന്തെങ്കിലും പക്ഷെ വെള്ളത്തിൻ്റെ അടിയൊന്നും കാണുന്നില്ല. അപ്പോൾ അവർ പറയുന്ന അടിയിൽ വലിയ മൂർച്ചയുള്ള കല്ലുണ്ടാവാം, പിന്നെ ഈ മരത്തിൻ്റെയൊക്കെ കുറ്റി ഉണ്ടാവാം, ഇപ്പം എന്തെങ്കിലും ഇഞ്ചുറി വന്നാലോ. പിന്നെ പുള്ളി ഫുൾ ആ ഒരു 3 ദിവസം വെള്ളത്തിൽ അങ്ങ് എന്താ പറയുക, നമുക്കിപ്പോഴും ആലോചിക്കുമ്പോൾ പേടിയാവും. എങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്, അത് ശരിക്കും നമുക്ക് തൊഴാതെ വയ്യ. ഒട്ടും പ്രതീക്ഷയല്ല, പക്ഷെ അതിൽ കാണുന്ന ഒക്കെ അദ്ദേഹം തന്നെ ചെയ്ത അവരുടെയൊക്കെ കമ്മിറ്റ്മെന്റ് ആയിരിക്കാം അവർ നിർത്തി നിൽക്കുന്ന ഈ ഒരു തീർച്ചയായിട്ടും. പിന്നെ ഒരു ക്ലാസിക് ഫിലിമിനെയാണ് നമ്മൾ റീക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെതായിട്ടുള്ള ചാലഞ്ചസ് ഉണ്ട്. പിന്നെ അത് പ്രിയൻ സാറിൻ്റെ ഒരു വിഷൻ. അപ്പോൾ അതിനെ പൂർത്തീകരിക്കാൻ ഇവരെല്ലാവരും കൂടി, കാലാപാനിക്ക് ശേഷം ഇതുപോലൊരു ടീം, 3 of them coming together, ലാൽ സാർ, സന്തോഷ് സാർ ആൻഡ് പ്രിയൻ സാർ, അവർ ഒരുമിക്കുന്ന അത്രയും വർഷത്തിന് ശേഷം. അപ്പം അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ളൊരു സിനിമയാണ് ഓളവും തീരവും. എഴുത്തിൻ്റെയും നൃത്തത്തിൻ്റെയും കൈപിടിച്ചിട്ടാണ് അശ്വതി വളരുന്നത്. തീർച്ചയായിട്ടും എഴുത്തിനും നൃത്തത്തിനും 2 കാഴ്ചയായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് MT നമുക്ക് പ്രിയപ്പെട്ട എഴുത്തുകാരനാണ്, പക്ഷേ അശ്വതിക്ക് അച്ഛനും കൂടെയാണ്. മകൾ കണ്ട MTയെ കുറിച്ച്, ഞങ്ങൾ കണ്ട MTയെ ആവില്ലല്ലോ അശ്വതി കണ്ടത്. എനിക്ക് അച്ഛൻ എന്നുള്ളതാണ് ആദ്യം. അതിനുശേഷം നമ്മൾ വളർന്ന് വലുതാവുമ്പോഴാണ് അച്ഛൻ ഇങ്ങനെയൊരു പേരുകേട്ട എഴുത്തുകാരനാണ്, സിനിമ എഴുതുന്ന ആളാണ് എന്നൊക്കെ നമുക്ക് ഒരു ഹൈസ്കൂളൊക്കെ എത്തുമ്പോഴേ അതിനെക്കുറിച്ചൊരു ധാരണയൊക്കെ ആവുന്നുള്ളൂ.
അതുവരെ അച്ഛനാണ്. വീട്ടിൽ എപ്പോഴെങ്കിലും വരുന്ന തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്ന ഒരച്ഛൻ, പത്രം ഓഫീസിൽ ജോലിയുള്ള അച്ഛൻ, സിനിമയ്ക്ക് വേണ്ടി എഴുതാൻ എവിടേക്കോ പോണ അച്ഛൻ. വെക്കേഷനിൽ ഞങ്ങളും കൂടെ പോകും. ചിലപ്പോൾ മദ്രാസിലൊക്കെയാണ് ഇരുന്ന് എഴുതുന്നതെങ്കിൽ അവിടെ പോയി 2 മാസം ഇരിക്കും. അപ്പോൾ എനിക്ക് പകൽ ഞാൻ അമ്മയുടെ കൂടെ അമ്മയുടെ ഡാൻസ് ക്ലാസ്സൊക്കെ കാണാൻ പോകും. വൈകുന്നേരങ്ങൾ അച്ഛനുണ്ടെങ്കിൽ അച്ഛൻ്റെ എഴുത്തുപണി കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങളൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോകും. അതായിരുന്നു എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ കോളേജിലൊക്കെ എത്തിയതിന് ശേഷമാണ് അച്ഛൻ കുറേ കൂടി എന്നോട് ഇരുന്ന് സംസാരിക്കാൻ, ലോങ് കോൺവെർസേഷൻസ് തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രീ ഡിഗ്രി ഒക്കെ ആവുമ്പോഴാണ്. അതുവരെ നമ്മളിങ്ങനെ ഒരു കുട്ടിയല്ലേ, എന്ത് പറയാനാണെന്നുള്ളത്. അതെ, പലപ്പോഴും മൂളലൊക്കെ ആയിരിക്കും നമുക്ക്. നമ്മളൊരു കാര്യം ചോദിച്ചാൽ പിന്നെ ഒരു നല്ല കോൺവെർസേഷൻ ഞങ്ങൾ തമ്മിലുണ്ടാവുന്നത് സത്യം പറഞ്ഞാൽ പ്രീ ഡിഗ്രി ഒക്കെ ആയിട്ടാണ്. പ്രീ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴാണ് കൂടെ ഇരുന്ന് കുറേ കാര്യങ്ങൾ പുസ്തകങ്ങളെ പറ്റിയും, പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു തരുമായിരുന്നു, പക്ഷെ അതിനെപ്പറ്റി കോൺവെർസേഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അതൊക്കെ തുടങ്ങിയത് പ്രീ ഡിഗ്രി ആ ഒരു സമയമൊക്കെ ആയപ്പോഴാണ്. പിന്നെ അച്ഛൻ്റെ ഒരു എന്താ പറയുക, നമ്മൾ ഇന്നൊക്കെ ഭയങ്കര പേരൻറ്റിങ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ എല്ലാവരും സംസാരിക്കും. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വളർന്നു വരുന്ന കാലം, എൻ്റെ ഫോർമേറ്റീവ് ഇയേഴ്സിലൊന്നും ഞാൻ അച്ഛനധികം കണ്ടിട്ടൊന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എൻ്റെ ക്യാരക്ടറിൽ ഒരുപാടുണ്ട്. അതെങ്ങനെ വന്നു എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ബൈ നേച്ചർ അച്ഛൻ്റെ പല കാര്യങ്ങളും അറിഞ്ഞോ അറിയാതെയോ എൻ്റെ ഉള്ളിൽ ചില വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ, നമുക്കത് അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് കാലം ചെറുപ്പത്തിൽ നിന്നേ നമ്മൾ ഇപ്പോഴത്തെ കാലം നമ്മൾ വി ആർ ഓൾസോ കോൺഷ്യസ്. ഇപ്പം ഞാനൊക്കെ ഒരു പേരൻറ്റ് എന്നുള്ളതിലേക്ക് ഐ എം വെരി കോൺഷ്യസ്. എൻ്റെ അച്ഛനും അമ്മയും ചെറുപ്പത്തിൽ ഭയങ്കര ബിസിയായിരുന്നു. അവരെ ഞാൻ ശരിക്കും പറഞ്ഞാൽ അമ്മയും പെർഫോമൻസിൻ്റെ ഒരു പീക്കിൽ നിൽക്കുന്ന സമയത്താണ് രണ്ടുപേരും അവരുടെ മേഖലയിൽ തിരക്ക് പിടിച്ച ആൾക്കാരാണ്. അപ്പം ഞാൻ വളരെ എൻ്റെ അമ്മാവന്മാരാണ് എന്നെ വളർത്തിയത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബ്രദേഴ്സാണ് എന്നെ വളർത്തിയത് സ്കൂൾ കാലഘട്ടം മുഴുവൻ. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരു പേരൻ്റ് ആകുമ്പോൾ ഞാൻ ഭയങ്കര കോൺഷ്യസ് ആണ്. ഞാൻ എൻ്റെ കുട്ടിയുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ, അങ്ങനെ നമ്മളെങ്ങനെ ഭയങ്കര. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. പക്ഷേ അച്ഛൻ്റെ പല കാര്യങ്ങളും എനിക്ക് എന്താ പറയുക, അറിഞ്ഞോ അറിയാതെയോ ആ ഒരു പല സ്വഭാവങ്ങളും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ ഈ പറഞ്ഞ പോലെ വാല്യൂസ്, അത് ചിലപ്പം നമ്മളുടെ കോൺവെർസേഷനിൽ ഒരു വരിയൊക്കെ പറയുന്നതായിരിക്കാം. പക്ഷേ ആദ്യമായിട്ട് ഞാൻ മാതൃഭൂമിയിൽ ആദ്യമായിട്ട് വാരാന്ത പതിപ്പിലൊരു ലേഖനം അവരെന്നോട് ചോദിക്കുന്ന അച്ഛന് ജ്ഞാനപീഠം കിട്ടിയ സമയത്താണ്. അപ്പം എനിക്ക് എന്ത് എഴുതണം എന്നൊന്നും അറിയില്ല. ഞാനിങ്ങനെ അന്ന് ഞാൻ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ. അപ്പോൾ എന്താ എഴുതുക ഒന്നും എനിക്കൊരു ഐഡിയ ഇല്ല. ഞാനിങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ അച്ഛനോട് ചോദിച്ചു, എനിക്ക് അറിയില്ല അച്ഛൻ ഞാൻ എന്താ എഴുതുക. അപ്പം എന്നോട് വാട്ട് എവർ യു റൈറ്റ് ബി ഓണസ്റ്റ്, ഒറ്റ വരിയേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇന്നും എൻ്റെ ഉള്ളിൽ അതുണ്ട്. അപ്പം ഇന്നും ഞാൻ എന്തെങ്കിലും എഴുതാനിരിക്കുകയാണെങ്കിൽ എനിക്കത് വെറുങ്ങനെ എഴുതാൻ പറ്റില്ല. അത് എനിക്ക് ഓണസ്റ്റായിട്ട് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ലപ്പോഴൊക്കെ പറഞ്ഞു തന്ന ചില കാര്യങ്ങളാണ്. പക്ഷെ അതൊക്കെ അതുപോലെ വി ആർ നോട്ട് റിച്ച്, വി ആർ ജസ്റ്റ് മാനേജിങ്. അതൊരു ഭയങ്കര ഒരു ലൈഫ് ലെസനായിട്ട് എനിക്ക് തോന്നി ഇപ്പോൾ. എന്ന് വെച്ചാൽ പൈസ അതിൻ്റെ മൂല്യം എന്താണ്, അത് ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷെ എങ്കിൽ കൂടിയും അതിനെങ്ങനെ കാണണം, നമ്മൾ ലൈഫിൽ അതിനെങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു പാടാണ്. ഒറ്റ ലൈനേ ഉള്ളൂ, വി ആർ നോട്ട് റിച്ച് ബട്ട് വി ആർ മാനേജിങ്. അപ്പം എന്നും എൻ്റെ ഉള്ളിൽ അതുണ്ട്. അത് നമ്മൾ റിച്ച് അല്ല, പക്ഷെ നമ്മൾ മാനേജ് ചെയ്യുന്നു കാര്യങ്ങൾ. അതൊരു അങ്ങനെയാണ് നമ്മുടെ ലൈഫ് സ്റ്റൈലും. ഒരാൾ ജീവിച്ച് കാണുന്ന, ഇപ്പം ഞാൻ അച്ഛൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ഒരു ഏറ്റവും കൂടുതൽ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ അങ്ങനെ ഒരു സിംപ്ലിസിറ്റി കണ്ട് വളർന്ന ഒരാളാണ്. അപ്പോൾ ഐ തിങ്ക് അതാണ് എനിക്ക് ലൈഫിൽ കിട്ടുന്ന വലിയ വലിയ എന്താ പറയുക പാഠങ്ങൾ. പിന്നെ ഓഫ് കോഴ്സ് വായന, നല്ല സിനിമകൾ കണ്ട് വളർന്ന ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ നമുക്ക് സിനിമയോടുള്ള. അപ്പോൾ ആ ടേസ്റ്റൊക്കെ വളർത്തിയെടുത്തതിൽ അച്ഛന് വലിയൊരു പങ്കുണ്ട്. ചെറുപ്പത്തിൽ നിന്നേ പല സിനിമകളും ഞാൻ ഡോക്ടർ ശിവാഗൊക്കെ കാണുന്നത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ എനിക്ക് അന്നൊന്നും ഒന്നും മനസ്സിലായിട്ടില്ല ആ സിനിമ. പിന്നെയും വെക്കേഷനൊക്കെ ആകുമ്പോൾ
ചിലപ്പോൾ ഈ അന്നൊക്കെ VHS അല്ലേ, അതിങ്ങനെ വീണ്ടും വീണ്ടും ഇട്ട് കാണും. അപ്പോൾ പിന്നെ കുറേ കാലം കഴിഞ്ഞ് കോളേജിലെത്തിയപ്പോൾ ആ നോവൽ വായിച്ചിട്ട് പിന്നെ വീണ്ടും സിനിമ കണ്ടപ്പോഴാണ് ഓ ഇതായിരുന്നു അത്. അങ്ങനെ അപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ. പിന്നെ ഒന്നിനും ഇപ്പോൾ ചെറുപ്പത്തിലായാലും ഇപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോഴും നമ്മൾക്ക് വേണ്ടുന്ന സിനിമകളൊക്കെ VHS ഒക്കെ വാങ്ങിത്തരും. പക്ഷെ എന്നാൽ കൂടി അച്ഛൻ കാണുമ്പോൾ ഞാൻ അവിടെ പോയിരുന്ന ഇതിപ്പോൾ നീ കാണണ്ട, അങ്ങനെ ഒരു റെസ്ട്രിക്ഷനോ ഒന്നും. അപ്പം അതിലെന്തെങ്കിലും കുട്ടികൾ കാണാൻ പാടില്ലാത്ത കാര്യങ്ങൾ നിങ്ങളത് കാണണ്ട അങ്ങോട്ട് പോകും ഒന്നുമില്ല. അതുപോലെ ഒരു പുസ്തകവും എൻ്റെ വീട്ടിലെ ലൈബ്രറി വാസ് ഓൾവേസ് ഓപ്പൺ. അതിലേത് പുസ്തകവും ഏത് പ്രായത്തിലും എനിക്കെടുത്ത് എക്സ്പ്ലോർ ചെയ്യാം. അതിനൊന്നും ഒരു സെൻസർഷിപ്പും ഇല്ല. അത് ഐ തിങ്ക് ഹി വാണ്ടഡ് മീ ടു ഡിസ്കവർ ഓൺ മൈ ഓൺ. ആ ഒരു ഫ്രീഡം അതൊരു വലിയ കാര്യമാണ്. അച്ഛൻ ഇടപെടില്ല. ഇപ്പം എൻ്റെ ലൈഫിൽ ഞാൻ തിരഞ്ഞെടുത്ത ഡാൻസ് ആവട്ടെ, ഞാൻ പഠിക്കാൻ തീരുമാനിച്ച വിഷയങ്ങളാവട്ടെ, എൻ്റെ വിവാഹം, ഇതിലൊന്നും ഒരിടപെടലും നടത്തിയിട്ടില്ല. എല്ലാം എൻ്റെ മാത്രം തീരുമാനങ്ങളാണ്. സോ നല്ലതോ ചീത്തയോ നമ്മളൊരു തീരുമാനം എടുത്താൽ അത് നമ്മൾ കൈക്കൊണ്ട് നമ്മളത് ചെയ്യണം. അതിനോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് 100% നീതി പുലർത്തിക്കൊണ്ട് ചെയ്യാം. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഐ തിങ്ക് ഹ്യൂജ് ലൈഫ് ലെസൺസ് അച്ഛൻ്റെ നിന്ന് പഠിച്ചിട്ടുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അച്ഛൻ്റെ സിനിമകൾ, കഥകളും ഒക്കെ ഒരുമിച്ചിരുന്ന് ചർച്ചയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു? ഇല്ല, അച്ഛൻ്റെ കഥകളോ സിനിമകളോ ഒന്നും നമ്മൾ ഡിസ്കസ് ചെയ്യാറില്ല. അച്ഛൻ്റെ വർക്കൊന്നും പിന്നെ അച്ഛനൊന്നും അങ്ങനെ വീട്ടിൽ ചർച്ച ചെയ്യുന്ന ആളും അല്ല. നമ്മൾ സാധാരണ ചർച്ച ചെയ്യുക രണ്ടുപേർക്കും ഇഷ്ടമായ പുസ്തകം, വേറെ ആരുടെയെങ്കിലും എഴുതിയ പുസ്തകം വായിച്ചിട്ട് അതിൽ ഇഷ്ടപ്പെട്ട ചിലപ്പം എനിക്ക് തരും, ഇത് വായിച്ചോളൂ നല്ലതാണെന്ന് പറയും. അതിപ്പോഴും ഉണ്ട്. ഇപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ട പുസ്തകം ഞാൻ അച്ഛന് കൊടുക്കും. അപ്പോൾ അച്ഛൻ്റെ കഥകളെക്കുറിച്ചോ അച്ഛൻ്റെ വർക്കിനെക്കുറിച്ചോ അങ്ങനെ ഒരു ഡിസ്കഷനൊന്നും ഉണ്ടായിട്ടില്ല. ഐ തിങ്ക് ആദ്യമായിട്ട് അങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ടെങ്കിൽ അത് ഈ മനോരഥങ്ങൾക്ക് നമ്മൾ ആ ഒരു ഐഡിയ മൂട്ട് ചെയ്തതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഡിസ്കഷൻ ഉണ്ടാകുന്നത്. പിന്നെ ഓഫ് കോഴ്സ് രണ്ടാമൂഴം എന്നുള്ള സ്ക്രിപ്റ്റ്, അത് കേസും ഒക്കെ നടക്കുന്ന സമയത്താണ് ഞാൻ അതിൻ്റെ സ്ക്രീൻ പ്ലേ വായിക്കുന്നത്. ഞാൻ അതുവരെ നോവൽ മാത്രമേ വായിച്ചിട്ടുണ്ടായിരുന്നു. സ്ക്രീൻ പ്ലേ വായിച്ചപ്പം അതിൻ്റെ ചാലഞ്ചസ് എന്താണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. അപ്പം ഞാനതിന് അങ്ങനെ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. അത് അച്ഛൻ്റെ വിഷൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. ഒരു മൂവി എഴുതി കഴിഞ്ഞാൽ ആ റൈറ്ററുടെ വിഷൻ എന്തായിരിക്കും, അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു തവണ അച്ഛനായിട്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അച്ഛന് അതിൽ ചില ക്യാരക്ടേഴ്സൊക്കെ അച്ഛൻ്റെ പെറ്റ് ക്യാരക്ടേഴ്സാണ്. ഘടോൽക്കജൻ, അങ്ങനെയുള്ള വളരെ അച്ഛന് ഇഷ്ടപ്പെട്ട ചില ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട് അതിൽ. അപ്പോൾ അതൊക്കെ നമുക്ക് അതൊക്കെ ആ ഡിസ്കഷനിൽ വന്നു. അപ്പം അങ്ങനെ ഐ തിങ്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തുന്നത്. അച്ഛൻ്റെ കഥകളും നോവലുകളും ഒക്കെ വായിച്ചു തുടങ്ങുന്നത് ഏത് കാലം തൊട്ടാ? ക്ലാസ്സിൽ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ടീച്ചേഴ്സ് നമ്മളെ നോക്കും. അപ്പോഴാണ് നമുക്ക് ആകെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരൊക്കെ നമ്മളെ നോക്കും. ഒരു വല്ലാത്തൊരു അപ്പോഴാണ് നമുക്കൊരു അച്ഛൻ ഇത്ര വലിയ എഴുത്തുകാരനാണ് എന്നുള്ളൊരു ആദ്യത്തെ ബോധം ഉണ്ടാവണത് അപ്പോഴാണ്. അപ്പോൾ ആ 10ാം ക്ലാസ്സിൻ്റെ കഴിഞ്ഞിട്ട് നമുക്കൊരു വലിയ ലീവ് ഉണ്ടല്ലോ, അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്നാൽ ശരിയൊക്കെ എടുത്ത് വായിക്കാം എന്നൊക്കെ പറഞ്ഞ് ആദ്യം വായിച്ചത് നാലുകെട്ടാണ്. പിന്നെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു അത് കഴിഞ്ഞിട്ടാണ് നാലുകെട്ട് സീരിയലൈസ് ചെയ്ത് വരുന്നത്. പിന്നെ കുറച്ചെല്ലാം വായിക്കാൻ തുടങ്ങി. കോളേജ് കാലഘട്ടത്തിലാണ് ശരിക്കും പറഞ്ഞാൽ കൂടുതലും വായിച്ചത്. മകൾക്ക് അച്ഛൻ എഴുതിയ എല്ലാ കൃതികളോടും ഇഷ്ടം തന്നെയായിരിക്കും. എന്നാലും ഒരു തെരഞ്ഞെടുപ്പ് പറഞ്ഞാൽ ഏതായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെട്ട കഥയും നോവലും ഒക്കെ? അയ്യോ, കഥ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി. ഈ കാഴ്ച, ഷെർലക്, വിൽപ്പന, ഈ അഭയം തേടി വീണ്ടും പഴയ കഥകളിൽ പെട്ടതാണ്. ഡാരസ്സലാം എനിക്കൊരുപാട് ഇഷ്ടമാണ്. വാരിക്കുഴി അതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കഥകളാണ്. ഈ മഞ്ഞ് ഒരുപാട് ഇഷ്ടമാണ്. പിന്നെ രണ്ടാമൂഴം, ഗോസ് വിതൗട്ട് സെയിങ്. അസുരവിത്ത് എന്നെ സർപ്രൈസ് ചെയ്തൊരു നോവലാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു
കാലഘട്ടത്തിലുണ്ടായിരുന്ന ആളുകളും അവരുടെ ഈ എങ്ങനെ മനുഷ്യൻ എന്നുള്ളതാണ് മതങ്ങൾക്കൊക്കെ മേലെ നിൽക്കേണ്ടത് എന്നുള്ളൊരു ഒരു ഒരു വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു ആ നോവൽ. അപ്പോൾ ആ അസുരവിത്ത് ആ നിലയ്ക്ക് എനിക്കിഷ്ടപ്പെട്ടൊരു നോവലാണ്. പിന്നെ വാരണാസി ഒരു 2-3 തവണ വായിച്ചിട്ടേ ഉള്ളൂ. അതിൻ്റെ ഒരു സ്റ്റൈല് കുറച്ചൊരു എനിക്ക് തോന്നിയിട്ടുള്ളത് അത് എന്താ പറയുക, സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിൻ്റെ ഒക്കെ ഒരു ചെറിയൊരു സ്റ്റൈലിലാണ് അച്ഛൻ അത് എഴുതിയിട്ടുള്ളത്. അത് ഈ മരണം എന്നുള്ളൊരു കോൺസെപ്റ്റിനെ വളരെ ഡീറ്റെയിൽഡായിട്ട് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു റിയലൈസേഷൻ ആയിരുന്നു ആ ഒരു നോവലും. പക്ഷെ ഓൾ ടൈം ഫേവറേറ്റ്സ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്, 2-ാം ഊഴം, രണ്ടാണ് ആദ്യം മനസ്സിലേക്ക് വരുന്ന 2 പേര്. വാരണാസി ശരി തന്നെയാണ്. വായിക്കുമ്പം എനിക്കൊക്കെ തോന്നുന്നു ഞാൻ 1, 2, 3 തവണയൊക്കെ വായിച്ചിട്ടാണ് അതിനെ ഞാനൊന്ന് എൻ്റെ മനസ്സിലേക്ക് പാകപ്പെടുത്തി എടുത്തത്. സിനിമകളുടെ MTയുടെ സിനിമകളുടെ ഒരു പ്രത്യേകത കണ്ടത്, ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരുപാട് ശക്തമായ കഥാപാത്രങ്ങൾ MT സിനിമകളിലുണ്ട്. അതിൽ പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങൾ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ചെയ്ത സിനിമയുണ്ട്. അതിനപ്പുറത്തേക്ക് ഏത് കഥയിലായാലും സ്ത്രീകൾക്ക് കിട്ടുന്നൊരു പ്രാധാന്യമുണ്ട്. എൻ്റെ കാഴ്ചപ്പാടിൽ അച്ഛനൊരു ഫെമിനിസ്റ്റാണ്. ഈസ് എ സ്ട്രോങ് ഫെമിനിസ്റ്റ് അറ്റ് ഹാർട്ട്. പല ഈ പറഞ്ഞ പോലെ കഥകളിലും സിനിമകളിലും ഒക്കെ അത് നമുക്ക് തൊട്ടറിയാൻ പറ്റിയിട്ടുണ്ട്. അത് ഹീറോയിൻ തന്നെ ആവണമെന്നില്ല, തൊട്ടടുത്ത് നിൽക്കുന്ന കഥാപാത്രമായാലും മതി. നമ്മളെ വല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്ത ചില ഫീമെയിൽ ക്യാരക്ടേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു നിലയ്ക്ക് നോക്കുമ്പോൾ അച്ഛൻ്റെ എഴുത്തിലൊക്കെയും ആ ഒരു അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് മൈ പേഴ്സണൽ ഒപ്പീനിയൻ. അതല്ല എന്ന് പറയുന്ന ധാരാളം ആളുകളും ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ലൈഫിനോടുള്ള ഒരു അപ്രോച്ചും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ തന്നെയും ഐ ഫീൽ ദർ ഇസ് എ ലോട്ട് ഓഫ് റെസ്പെക്റ്റ് ടുവേർഡ്സ് വിമൻ, വാട്ട് ദേ ഡു. നമ്മൾ എന്ത് ചെയ്ത, എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയാണ് എൻ്റെ മുമ്പിലുള്ള ഏറ്റവും ആദ്യത്തെ എക്സാമ്പിൾ. അമ്മയുടെ ഒരു കരിയർ പീക്കിൽ നിൽക്കുമ്പോഴാണ് അവർ ലൈക്ക് ബിഗിനിങ് ഓഫ് ഹർ കരിയറാണ് അവർ വിവാഹം കഴിക്കുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം അമ്മ ഒരുപാട് ട്രാവൽ ചെയ്യും, ഒരുപാട് അന്നത്തെ കാലത്ത് പെർഫോം ചെയ്യും. അപ്പോൾ ഒരിക്കലും അച്ഛനമ്മയുടെ ഒരു കരിയറിൽ ഒരു കാര്യത്തിനോടും ഒരു റെസ്ട്രിക്ഷനോ ഒന്നും വെച്ചിട്ടില്ല. ഇറ്റ് വാസ് ഹർ ഓൺ ജേർണി. അവരുടെ ഒരു ഫ്ലോയിൽ അവർ പോയി നേടി എല്ലാം. പിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട 2 സിനിമകളാണ് പരിണയവും പഞ്ചാബി. അത് രണ്ടും പറയാതിരിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ആ 2 ക്യാരക്ടേഴ്സും, എസ്പെഷ്യലി പരിണയം, അതിൻ്റെ ആ ഒരു അവസാന ഭാഗം, ഹൗ സ്ട്രോങ് ഷീ ഈസ്, അതൊരു അതുപോലെ ഒന്ന് ഇല്ല എന്ന്, അത് ശരിക്കും അത് ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. പലപ്പോഴും ഫേവററ്റ് ലിസ്റ്റ് എടുക്കുമ്പോൾ ഞാനത് പറയാൻ വിട്ടുപോകും. പിന്നെ ഞാൻ ആലോചിക്കും, ഞാൻ മറന്നുല്ലോ. അതല്ലാതെ എനിക്ക് ഒരുപാട് ഫേവററ്റ്സ് ഉണ്ട് സിനിമകളിൽ. പക്ഷേ ഇത് പ്രമേയം കൊണ്ടും ആ ഒരു സ്ത്രീ എന്നുള്ള ഒരു സംഗതിയോട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടും ഒക്കെ എനിക്ക് പരിണയം ഒരുപാട് ഇഷ്ടം. പഞ്ചാഗ്നി ഓഫ് കോഴ്സ് അതൊരു ലാൻഡ്മാർക്ക് സിനിമയാണ്. എങ്കിൽ കൂടിയും പരിണയം വളരെ അതിന്റെ എന്ത് വേറെ രീതിയിലും വേണമെങ്കിൽ ചെയ്യാമായിരുന്നല്ലോ. പക്ഷെ അത് അങ്ങനെ കൊണ്ടുവന്ന് അവസാനിപ്പിക്കുമ്പം വിമൻ ആർ സ്ട്രോങ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ സ്ഥാപിക്കുന്നത്. ശരിക്കും കുട്ടികളുടെ സിനിമ എന്ന് പറഞ്ഞിട്ടാണ് വന്നതെങ്കിലും ദയ അതൊരു നമ്മുടെ മനസ്സിലൊക്കെ ഉള്ള ഒരു അഡ്വെഞ്ചറസ് പെൺകുട്ടിയെ തൊട്ടുണർത്തുന്ന ഒരു കഥാപാത്രമാണ് ദയ എന്ന പെൺകുട്ടി. നമ്മൾ പുസ്തകം വായിക്കുമ്പോൾ ഉള്ളതിനേക്കാൾ എനിക്ക് തോന്നുന്നു സിനിമയായി കണ്ടപ്പോൾ കുറച്ചും കൂടെ അതിനോടൊരു ഇഷ്ടം ആ പ്രായത്തിൽ കാണുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ ഈ അഡ്വെഞ്ചറൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടി എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ആൾക്കൂട്ടത്തിൽ തനിയല്ലേ സീമ ചെയ്ത ക്യാരക്ടർ, അത് ഒരുപാട് ഇഷ്ടമുള്ള ക്യാരക്ടർ. അതെന്തൊരു അത് ശരിക്ക് അവർക്ക് നമുക്ക് വേറൊരാളെ തീർച്ചയായിട്ടും ആ ശരിക്കും സീമാൻറ്റി ചെയ്ത പോലെ എനിക്ക് തോന്നുന്നില്ല വേറെ ആരും. അത് ഭയങ്കര ഒരു ക്യാരക്ടറാണ്. പിന്നെ എനിക്ക് അവരുടെ തന്നെയായിരുന്നു അനുബന്ധവും അല്ലേ, അച്ഛൻ തന്നെയല്ലേ അനുബന്ധം. ആ പീരിയഡിൽ വന്ന് എനിക്ക് തോന്നുന്നു സീമ ചേച്ചിക്ക് കിട്ടിയ ചില ക്യാരക്ടേഴ്സ്
ഭയങ്കരമായിട്ടത് സ്ട്രോങ്. അത് അവരുടെ സൊസൈറ്റിയിൽ അവർക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അതിനെയൊക്കെ മാറ്റി നിർത്തിയാലും ഉള്ളുകൊണ്ട് അവർ ഒരുപാട് കരുത്തുള്ള ക്യാരക്ടറായിട്ടാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. സച്ച് എ വണ്ടർഫുൾ ആക്ട്രസ് ടു. അച്ഛൻ എഴുതിയിട്ടുള്ളൊരു കൃതി സിനിമയായി ഇനി കാണണമെന്ന് ആഗ്രഹമുള്ളത് ഏതെങ്കിലും? രണ്ടാം മുഴുവൻ ഡെഫിനറ്റ്ലി. എന്നുവെച്ചാൽ അത് സിനിമയാക്കാൻ വേണ്ടി ചെയ്ത ഒരു വർക്കാണല്ലോ. ഐ മീൻ സിനിമയ്ക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ക്രീൻ പ്ലേ. അപ്പോൾ അതാണ് അച്ഛൻ ഇപ്പോൾ കറൻ്റ്ലി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതാണ് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ഞാൻ പറയാം, അച്ഛാ ഇത് കഴിയട്ടെ, എനിക്ക് ഒന്ന് ഇറക്കി വെച്ചേ അടുത്തത് തലയിൽ കയറ്റാൻ പറ്റുള്ളൂ. അതൊരു സാധാരണ ചെറിയ സിനിമയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സിനിമകളോ അല്ല, അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള എഫേർട്ടും അതിൻ്റെതായിട്ടുള്ള സമയവും ഒക്കെ വേണം. നമ്മൾ എടുത്തു ചാടി ചെയ്യേണ്ട ഒരു പ്രോജക്റ്റും അല്ല. ഒരു പക്ഷേ ഇന്ത്യയിലെ തന്നെ അല്ലെങ്കിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിനിമയായി വരാൻ സാധ്യതയുള്ള ഒരു പ്രോജക്റ്റാണത്. അപ്പം അത് അതിൻ്റെ കൃത്യമായ രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം. ചെയ്യുകയാണെങ്കിൽ ഇപ്പം എന്നോട് പറയാം, ചെയ്യുകയാണെങ്കിൽ വൃത്തിക്ക് ചെയ്യുക, അല്ലെങ്കിൽ ചെയ്യണ്ട, അതവിടെ വെച്ചേക്ക്. അതാണ് പറഞ്ഞത്. അതിന് പറ്റിയൊരു ടീമിനെ നമുക്ക് കണ്ടെത്തി അത് സെറ്റ് ചെയ്യണം. അത് എളുപ്പമല്ല. ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, ഒരു ഡയറക്ടറെ കണ്ടുപിടിക്കുന്നത് തന്നെ വലിയൊരു ടാസ്ക്കാണ് അതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ ആലോചിക്കാൻ തുടങ്ങിയിട്ട് കുറേയായി. ഈ പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആലോചിക്കാൻ തുടങ്ങി. പക്ഷെ അതിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റിയിലേക്ക് ഇനിയേ ഞാൻ കിടക്കുള്ളൂ. ഇതിൻ്റെ റിലീസ് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. പ്രശസ്തയായൊരു നർത്തകിയും അധ്യാപികയുമാണ് അമ്മ. എന്നിട്ടും നമ്മുടെ ഒന്നും ആ ഒരു പഠനകാലത്ത് അശ്വതീനെ നൃത്ത മത്സരങ്ങളിലോ ആ ഒരു രംഗത്തോ കണ്ടിട്ടേ ഇല്ല. പിന്നീട് കോളേജ് തലത്തിലേക്ക് എത്തിയപ്പം കണ്ടു. പക്ഷെ അശ്വതി പിന്നീട് പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുത്തത് നൃത്തം തന്നെയാണ്. ഇന്നിപ്പം അറിയപ്പെടുന്നൊരു നർത്തകിയാവും ചെയ്തു. ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? അമ്മ നല്ലൊരു ടീച്ചറാണ്, നല്ലൊരു പെർഫോമറാണ്, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ടീച്ചറാണ്. പിന്നെ അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരെപ്പോഴും അവരുടെ സ്റ്റുഡൻസിനാണ് പ്രാധാന്യം കൊടുക്കുക, മക്കളെക്കാളും. ഞാനും അന്ന് അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഡാൻസിനെ അപ്രോച്ച് ചെയ്തിട്ടില്ല. അപ്പോൾ എപ്പോഴും ഒരു പിണക്കമാണ്. അമ്മയും മകളും ആകുമ്പോഴുള്ള ഒരു പ്രശ്നമാണത്. അവർ ഇക്വേഷൻ ശരിയാവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മ ഭയങ്കര സ്ട്രിക്റ്റാണ്. അമ്മ വഴക്ക് പറയും, അടിയൊക്കെ കൊള്ളും. അപ്പോൾ കുറച്ച് ദിവസം പോവില്ല ക്ലാസ്സിന്, പിണങ്ങി നിൽക്കും. അങ്ങനെ ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പായിരുന്നു കുറേ കാലം. പിന്നെ ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് നമ്മൾ ചെയ്താൽ കുഴപ്പമില്ല, ആളുകൾക്ക് കണ്ടിരിക്കാം എന്നുള്ളൊരു തോന്നൽ വരുന്നത് ഒരു 8ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോഴാണ്. അപ്പോഴാണ് ഞാൻ ഗൗരവമായിട്ട് ഡാൻസിനെ കാണാൻ തുടങ്ങുന്നത്. അതുവരെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ പോവും, ഇടയ്ക്ക് പണങ്ങി നിൽക്കും, അങ്ങനെയൊക്കെയായിരുന്നു. ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെയാണ് ശരിക്കും പറഞ്ഞാൽ ഡാൻസ് ഒരു കരിയർ ആവുന്നതും. ഞാൻ ജേർണലിസം പഠിക്കാൻ പോയ ആളാണ്. അതിപ്പോഴും അന്ന് വിഷ്വൽ മീഡിയ അങ്ങനെ തുടങ്ങി വളരെ ഒരു ബൂമിലേക്ക് വരാൻ തുടങ്ങുന്ന ഒരു സമയം. അപ്പോൾ പ്രണയ് റോയൊക്കെ ആയിരുന്നു നമ്മുടെ മനസ്സിലെ ഐഡൽസ് അന്നത്തെ കാലത്ത്. അപ്പോൾ അങ്ങനെ MOP വൈഷ്ണവ് കോളേജിൽ ചെന്നൈയിൽ വിഷ്വൽ കമ്മ്യൂണിക്കേഷന് എനിക്ക് MAക്ക് സീറ്റ് കിട്ടി. അപ്പോൾ കോളേജ് കാലഘട്ടത്തിൽ കുറച്ച് ആക്റ്റീവായിരുന്നു. കോളേജിലൊക്കെ നിറയെ പ്രോഗ്രാംസും അമ്മയുടെ ട്രൂപ്പിൽ കളിക്കുമായിരുന്നു. അപ്പോൾ ചെന്നൈയിലാവുമ്പോൾ ഡാൻസും കൊണ്ട് നടക്കാം, അതേസമയത്ത് ഇഷ്ടപ്പെട്ടൊരു വിഷയം പഠിക്കുക. പക്ഷെ ആ സമയത്താണ് ചില പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് ആ കോഴ്സിന് ജോയിൻ ചെയ്യാൻ, അഡ്മിഷനൊക്കെ എടുത്തു, പക്ഷെ പോകാൻ പറ്റിയില്ല. അമ്മയ്ക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ സ്കൂളിൻ്റെ കാര്യങ്ങളാകെ അവതാളത്തിലായി. വേറെ ആരുമില്ല അതൊന്ന് നോക്കി നടത്താൻ. അപ്പോൾ എൻ്റെ ആ സമയത്ത് ഐ ഹാഡ് ടു മേക്ക് എ ചോയ്സ്. അവിടെ പോയി ഇത് പഠിക്കണോ അല്ല ഇവിടെ നിന്ന് അമ്മയെ ഹെൽപ്പ് ചെയ്യണോ എന്ന്. അപ്പോൾ ഐ ചോസ് ദ ലാറ്റർ. ബിക്കോസ് അമ്മയുടെ ഒരു സ്വപ്നമാണ് നൃത്യാലയ എന്ന് പറയുന്നത്. അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു സ്ഥാപനം. അതിൻ്റെ ബിൽഡിംഗ് ഒക്കെ എടുത്ത് ഒന്ന് സ്റ്റേബിളായി വരുന്ന സമയത്താണ് ഈ ഒരു ക്രൈസിസ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഡാൻസ് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ MA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ തന്നെ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഡാൻസിലേക്ക് വരുന്നത്. പിന്നെ അത്
ഒരു സംഗതി നമ്മളിപ്പോൾ സ്കൂളിൻ്റെ കാര്യം ഏറ്റെടുത്താൽ പിന്നെ ഞാൻ അതിൽ നിൽക്കണമല്ലോ. അപ്പോൾ പിന്നെ അതിലായി തുടർ പഠനങ്ങളും ചെന്നൈയിൽ പോയി പഠിക്കാനും ഒക്കെ തുടങ്ങിയത് അതിനുശേഷമാണ്. വളരെ ഗൗരവത്തോടെ, അതായത് ഇനി നമുക്ക് അടുത്ത ജനറേഷന് ഞാൻ ട്രെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ അതിന് എക്വിപ്ഡ് ആവണം. അപ്പോൾ എൻ്റെ കലയെക്കുറിച്ചും കൂടെ എൻ്റെ സ്കില്ലിനെ ഹോൺ ചെയ്യുക, എൻ്റെ കഴിവുകളെ കുറച്ചും കൂടെ നന്നാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി പിന്നെ ചെന്നൈയിലൊക്കെ പോയി പഠിക്കാൻ തുടങ്ങി. അമ്മയും ഗുരുവാണ്, ഭർത്താവ് ശ്രീകാന്തും ഗുരുവാണ്. എന്തൊക്കെയായാലും നൃത്തത്തിന് രണ്ടുപേർക്കും രണ്ടുപേരുടേതായ ഒരു ശൈലി ഉണ്ടാവുമല്ലോ. അപ്പം അശ്വതിയുടെ നൃത്തം ഇത് രണ്ടും ചേർന്നുള്ളൊരു സമന്വയമാണോ, അതോ അശ്വതിയുടേതായ ഒരു രീതി വികസിപ്പിച്ചെടുത്തതാണ്? ശൈലി എന്ന് ചോദിച്ചാൽ ടെക്നിക്കലി ബാണി എന്ന് പറഞ്ഞാൽ, അതായത് നൃത്തത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ, എൻ്റെ അമ്മ കലാമണ്ഡലത്തിൽ പഠിച്ചു. അവിടെ തഞ്ചാവൂർ ഭാസ്കർ റാവു എന്ന് പറഞ്ഞ മാഷാണ് ഭരതനാട്യം പഠിപ്പിച്ചത്. സത്യഭാമ ടീച്ചറും ചിന്നമ്മ ടീച്ചറുമായിരുന്നു അമ്മയെ മോഹിനിയാട്ടം പഠിപ്പിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് അമ്മ ചെന്നൈയിൽ പോയി പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ ഇവരുടെയൊക്കെ കീഴിൽ, സുധാറാണി രഘുപതി ഇവരുടെ കീഴിലൊക്കെ പഠിച്ചു. അപ്പം പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ ഇവർ രണ്ടുപേരും വഴുവൂർ ശൈലി പിന്തുടരുന്ന ആൾക്കാരാണ്. ശ്രീകാന്ത് പത്മ സുബ്രഹ്മണ്യത്തിൻ്റെ ശിഷ്യനാണ്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് നിന്ന് മാറി ശ്രീകാന്തിൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വലിയൊരു ശൈലി മാറ്റങ്ങളൊന്നും എനിക്ക് വരുത്തേണ്ടി വന്നില്ല, ഫോർച്യുനേറ്റ്ലി. അപ്പോൾ ഞാൻ എന്താണോ പഠിച്ച അടിസ്ഥാനം അത് തന്നെയായിരുന്നു എനിക്ക് തുടർന്ന് ചെയ്യാൻ കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ആ ഒരു ട്രാൻസിഷൻ വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പക്ഷേ രണ്ടുപേരും നൃത്തം എന്ന് പറഞ്ഞാൽ രണ്ടുപേർക്കും ജീവനാണ്. അപ്പോൾ അതൊരു കോമൺ പോയിൻ്റാണ്. രണ്ടുപേർക്കും ഡാൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, പാഷൻ്റെ അങ്ങേ തലയാണ്. അത് ഒരു കോമൺ ഫാക്ടറാണ്. പക്ഷേ പഠിപ്പിക്കുന്ന രീതി, അതുപോലെ തന്നെ കൊറിയോഗ്രാഫി എന്ന രീതികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ വ്യത്യാസമുണ്ട്. ഒന്നെന്താ വെച്ചാൽ അമ്മയുടെ ഒരു കാലഘട്ടം എന്ന് പറയുന്ന അന്നുണ്ടായിരുന്ന നൃത്തമല്ല ഇന്ന് കാണുന്നത്. ഇറ്റ് ഹാസ് ബിക്കം മോർ കോംപ്ലെക്സ്. പ്രാക്ടീഷണേഴ്സ് കൂടി, മത്സരം കൂടി. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലുള്ള പ്രസൻറ്റേഷനിലുള്ള കോംപ്ലെക്സിറ്റിയും കൂടി. അപ്പോൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതായാലും പ്രസൻറ്റേഷൻ ആയാലും എല്ലാം വളരെ കോംപ്ലെക്സായി. അപ്പോൾ അതിൻ്റെ ആ ഒരു സംഗതിയിലേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ആവണം. കല ഇവോൾവ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ഘട്ടത്തിലും ആ എവല്യൂഷൻ്റെ കൂടെ നമുക്ക് നിൽക്കാൻ പറ്റണം. എന്നാൽ മാത്രമേ അതിൽ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഴയതിൽ മാത്രം നമ്മൾ പിടിച്ചു നിന്നാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ഇസ് ട്രൂ ഓഫ് എനി ആർട്ട് ഫോം. അപ്ഡേഷൻസ് കോൺസ്റ്റൻ്റ് ആയിട്ട് വേണം. അതുപോലെ തന്നെയാണ് നൃത്തവും. അപ്പോൾ ഈ രണ്ടുപേരുടെയും രീതിയിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതാണ്. ശ്രീകാന്തിൻ്റെ ഒരു കൊറിയോഗ്രാഫിക് അപ്രോച്ച് അമ്മയുടെ ആ ഒരു സ്റ്റൈലിൽ നിന്നൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഒരുപാട് ചേഞ്ച് വന്ന് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണാനും പ്രസൻറ്റേഷനൊക്കെ അങ്ങനെ ചെയ്യാനും ആഗ്രഹിക്കുന്ന ഒരാളാണ് ശ്രീകാന്ത്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. രണ്ടുപേരും കൂടെ ചേർന്ന് ഇപ്പോൾ ശ്രീകാന്തിനൊപ്പം നൃത്തം ചെയ്യാൻ തുടങ്ങിയല്ലോ. അത് എങ്ങനെയാണ്? രണ്ടുപേരും അവരവരുടേതായ ഒരു രീതിയിൽ നൃത്തം ചെയ്ത് തുടങ്ങിയവരാണ്. അപ്പം രണ്ടുപേരും കൂടെ സ്റ്റേജിൽ വരുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ഞങ്ങൾ രണ്ടുപേരും വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് ഇൻഡിവിജ്വൽസാണ്. അപ്പോൾ ഞങ്ങളെ യുണൈറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഡാൻസാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ എസ്തെറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വി ഫോൾ ഇൻ ടു ദ സെയിം ട്രാക്ക്. പക്ഷേ അതല്ലാത്ത കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇൻട്രസ്റ്റും പ്രയോറിറ്റീസും ഒക്കെ വ്യത്യാസമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ചും കൂടി സബ്ഡ്യൂഡാണ് ആസ് എ പെർഫോമർ. പക്ഷേ ശ്രീ അങ്ങനെയല്ല. ശ്രീ കുറേ കൂടി ഷോമാൻഷിപ്പ് ഉള്ള ആളാണ്. ഈസ് എ വെരി ഫ്ലംബോയൻറ്റ് പേഴ്സൺ ഓൺ സ്റ്റേജ്. അപ്പോൾ ആ ഫ്ലംബോയൻസിലേക്ക് എനിക്ക് മാച്ച് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നും അതെ. പക്ഷേ ഇറ്റ് ടുക്ക് എ ഗുഡ് 10 years. ഒരു 10 വർഷം ഞങ്ങൾ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വന്നു. വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റേജിലൊരു കപ്പിൾ പെർഫോം ചെയ്യുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും 2 വഴിക്കുന്ന് പഠിച്ചു വന്ന ആളുകളാണ്. 2 ഗുരുക്കന്മാരുടെ അടുത്ത് പഠിച്ചു വന്ന ആളുകൾ. അപ്പോൾ ശൈലിയിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും നമ്മൾ ഈ പഠിച്ചു വന്ന വഴിയുണ്ടല്ലോ, അത് കാരണം നമ്മൾ ആസ് സോളോ പെർഫോമേഴ്സ് നമ്മളുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു തലമുണ്ട്. നമ്മളുടെ തിങ്കിങ്, നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക സ്റ്റേജിൽ എന്നുള്ള ഈ കാര്യങ്ങളൊക്കെ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ അത് വളരെ വ്യത്യാസമായിരുന്നു. അതിനെ ഒന്ന് ട്യൂൺ ചെയ്ത് രണ്ടുപേരും ഒരേ
ലെവലിലേക്ക് എത്താൻ കുറച്ച് സമയമെടുത്തു. ചിട്ടപ്പെടുത്തിയ ഒരു കർശനമായ പാരമ്പര്യമാണ് നൃത്തത്തിനുള്ളത്. എന്നാലും ഇന്നിപ്പം പലരും നൂതനമായ ഒരു ആഖ്യാന രീതികളൊക്കെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അശ്വതി അത്തരം ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടോ? ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ ഇതിൻ്റെ കൂടെ കലയുടെ കൂടെ ഇവോൾവ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്ന പ്രമേയങ്ങൾ അത് ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ പെർഫോം ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ഞങ്ങൾ ചെയ്തൊരു പ്രൊഡക്ഷൻ ഇസ് ഓൺ സമവേശ. മഹാഭാരതത്തിലെ ട്രാൻസ്ജെൻഡർ ക്യാരക്ടേഴ്സാണ്. അംബ ശിഖണ്ഡിയായി മാറിയതും അർജുനൻ ബൃഹന്നളയായി മാറിയതും. അപ്പോൾ ശ്രീകാന്ത് ഡിഡ് ബൃഹന്നള because he is also a Bhagavatamela artist who specializes in female roles. അപ്പോൾ we wanted to show the transformation, like ഒരു മെയിൽ ഫീമെയിൽ ചെയ്യുമ്പോഴുള്ള ആ ഒരു ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ. ആൻഡ് ഐ ഡിഡ് ശിഖണ്ഡി. ദി ഐഡിയ ഇപ്പോൾ ലാസ്റ്റ് ടൂറിൽ 2 തവണ ഇത് ഞങ്ങൾ വിദേശത്ത് ടൂർ ചെയ്തു, US. പിന്നെ അതുകൂടാതെ UK ഇന്ത്യയിൽ പല സ്ഥലത്തും നമ്മൾ അവതരിപ്പിച്ചു. അപ്പോൾ എനിക്ക് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് ഫീനിക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മൾ പെർഫോം ചെയ്ത് കഴിഞ്ഞ് ഓഡിയൻസിന് ഓപ്പൺ ചെയ്തു ഒരു വേദി ഫോർ ക്വസ്റ്റ്യൻസ്, ഒരു ഇൻറ്ററാക്ഷൻ ഉണ്ടായിരുന്നു. അതിലൊരു 4-5 പേര്, ദേവർ ആഫ്രോ അമേരിക്കൻസ്, ഓറിയൻ്റൽ പീപ്പിൾ, അങ്ങനെയുള്ള ഒരുപാട് പേര്, വൈറ്റ്സ് എല്ലാവരും ഉണ്ടായിരുന്നു, അമേരിക്കൻസ് ഉണ്ടായിരുന്നു. ഇവർ ചിലർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ നമുക്കറിയില്ലായിരുന്നു നിങ്ങളുടെ പുരാണങ്ങളിലൊക്കെ ഇതുണ്ട് എന്നുള്ളത്. അപ്പോൾ ദാറ്റ് വാസ് എ റെവലേഷൻ. പിന്നെ ഒരാൾ എല്ലാവരും പോയി കഴിഞ്ഞിട്ട് പതുക്കെ ഞങ്ങളുടെ അടുത്ത് വന്ന് നിന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇതുവരെ എന്നോട് തന്നെ അഡ്മിറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു സംഗതിയാണ് നിങ്ങളിന്ന് ഞങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ പെർഫോം ചെയ്ത് കാണിച്ചത്. അപ്പോൾ താങ്ക് യു ഫോർ ഡൂയിങ് ദിസ്. എനിക്ക് അതൊരുപാട് സന്തോഷവും തന്നു, അതുപോലെ ഒരു ധൈര്യവും തന്നു. എനിക്കിത് ഞാൻ ഫീൽ ചെയ്യുന്നത് തെറ്റല്ല എന്നുള്ളൊരു ഫീലിംഗ് എനിക്കിന്നുണ്ടായി. അപ്പോൾ അയാൾ ഹീസ് പ്രോബബ്ലി ഗോയിങ് ത്രൂ എ ജെൻഡർ ട്രാൻസ്ഫോർമേഷൻ ഹിംസെൽഫ്. അപ്പോൾ ആ ഒരു ഇങ്ങനെയുള്ള ഫീഡ്ബാക്ക് വരുമ്പോൾ നമുക്ക് വി ഫീൽ വെരി ഹാപ്പി. എന്ന് വെച്ചാൽ നമ്മുടെ വി ആർ ടേക്കിംഗ് അവർ ആർട്ട് ഇൻ ദ റൈറ്റ് ഡിറക്ഷൻ. അപ്പം ഇങ്ങനത്തെ പുതിയ തീംസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ അത് വളരെ പ്രധാനമാണ്. നമ്മൾ സൊസൈറ്റിയായിട്ട് എങ്ങനെ എൻഗേജ് ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പുതിയ പ്രമേയങ്ങൾ തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോഴാണ് നമ്മുടെ കലയെ നമുക്ക് ഈ ബൗണ്ടറീസിനപ്പുറത്തേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അച്ഛൻ്റെ ഏതെങ്കിലും കൃതികൾ നൃത്തത്തിലേക്ക് കൊണ്ടുവരണം തോന്നിയിട്ടുണ്ടോ? പലരും ചോദിച്ചിട്ടുണ്ട് ഈ ചോദ്യം. അത് ഞാൻ ഇതുവരെ അങ്ങനെ വളരെ സീരിയസ് ആയിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല, അതാണ് സത്യം. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, മേ ബി ഒരു കഥയോ അല്ലെങ്കിൽ ഒരു നോവലിനെ ബേസ് ചെയ്തോ ഒരു പ്രൊഡക്ഷൻ ചെയ്യുന്നതിനേക്കാളുപരി മേ ബി സം ക്യാരക്ടേഴ്സ് ഫ്രം ഹിസ് വർക്ക്സ്, അങ്ങനെയൊക്കെ ആലോചിക്കാവുന്നതാണെന്ന് തോന്നുന്നു. പറഞ്ഞ പോലെ വളരെ ഗൗരവമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു സംഗതി ആയതുകൊണ്ട്. പിന്നെ അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ഞാൻ ചെയ്തു. അച്ഛൻ്റെ നവതിക്ക് തിരൂര് തുഞ്ചൻപറമ്പിൽ അവരെന്നോടൊരു 1.5 മണിക്കൂർ പ്രോഗ്രാമാണ് ചെയ്യാൻ പറഞ്ഞത്, ഞാൻ ചെയ്തു. അതിൽ ഞാൻ അച്ഛൻ എന്നും മനസ്സിൽ നിന്ന് ഉരുവിടുന്ന വരികളാണ് എഴുത്തച്ഛൻ്റെ മഹാഭാരതം കിളിപ്പാട്ടിലെ ഗാന്ധാരി വിലാപം. അപ്പോൾ അച്ഛന് ഗാന്ധാരിയോടൊരു പ്രത്യേകിച്ച് പുത്രദുഃഖം അനുഭവിക്കുന്ന ഗാന്ധാരിയോടുള്ള ഒരു സ്നേഹം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ ഓർമ്മയിൽ നിന്നിങ്ങനെ കവിത ചൊല്ലണ പോലെ ചൊല്ലും. പലതും പറയുമെങ്കിൽ ഇതിനോടൊരു പ്രത്യേക ഇഷ്ടമുണ്ടെന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പം തിരൂരിൽ നിന്ന് ഇങ്ങനെ ഒരു ആവശ്യം, അവർ അവിടെ നവതി ആഘോഷിക്കുന്നുണ്ട്, തുഞ്ചൻപറമ്പിൽ ഒരു പരിപാടി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ദിസ് ഈസ് ദ ബെസ്റ്റ് പ്ലേസ്, അച്ഛനും ഉണ്ടാവും പിന്നെ എഴുത്തച്ഛൻ്റെ വരികൾ. അപ്പോൾ അവിടെയാണ് ഞാനത് ആദ്യമായിട്ട് ചെയ്തത്. അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഓഡിയൻസിൽ. അത് വളരെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി. അപ്പോൾ
അച്ഛന് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ എനിക്ക് ചെയ്യാൻ പറ്റി. ഇപ്പൊ ഈ അടുത്തൊരു വിവാദം ഉണ്ടായല്ലോ, കലാമണ്ഡലം സത്യഭാമ ടീച്ചർ നൃത്തം ചെയ്യുന്ന ആളുടെ സൗന്ദര്യവും ആകാരവടിവും ഒക്കെ പ്രധാനമാണ്, അങ്ങനെ ഉള്ളവർ നൃത്തം ചെയ്താലേ ഉള്ളൂ, അതായത് നല്ല നിറമുള്ളവർ നൃത്തം ചെയ്താലേ ഉള്ളൂ നൃത്തം കാണാൻ ഭംഗി എന്നുള്ളൊരു വലിയ വിവാദമായൊരു പ്രസ്താവനയായിരുന്നു. എന്താണ് അശ്വതിൻ്റെ ഒരു പ്രതികരണം ആ ഒരു കാഴ്ചപ്പാടിനോടുള്ള? ഞാൻ അതിനോട് യോജിക്കുന്നില്ല. ഈ സൗന്ദര്യം എന്നുള്ളത് അത് ഒരു മാൻഡേറ്ററി വിഷയമൊന്നുമല്ല നൃത്തത്തെ സംബന്ധിച്ചു. നൃത്തം മാത്രമല്ല, സംഗീതവും എന്തായാലും. നൃത്തം പിന്നെ നമ്മൾ കണ്ടുകൊണ്ട് ആസ്വദിക്കുന്ന ഒരു വിഷ്വൽ ആർട്ടാണ്, അതുകൊണ്ടായിരിക്കാം അങ്ങനെയുള്ള ചില ഇതൊക്കെ. പക്ഷേ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ സൗന്ദര്യത്തിനെയും മറികടന്നും കൊണ്ട് ചില കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പോൾ നമ്മളൊരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമ്പോൾ, ഒരു സ്റ്റേജിൽ ഒരു കഥാപാത്രത്തിനെ നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അതിനോട് നമ്മൾ 100% നീതി പുലർത്തിയാൽ ആദ്യത്തെ ഒരു 2 മിനിറ്റേ നമ്മൾ വന്ന്, അതിപ്പോൾ ഈ ക്യാരക്ടറിനെ അവിടെ മാറ്റി നിർത്തും. നമ്മൾ സ്റ്റേജിൽ വന്ന് നിന്നാൽ ഫസ്റ്റ് 2 മിനിറ്റ്സാണ് നിങ്ങളുടെ സോ കോൾഡ് ആകാര സുഷമയെ ആൾക്കാർ ശ്രദ്ധിക്കുന്നത്. ഈ 2 മിനിറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ പെർഫോം ചെയ്യുന്നത് എന്താണോ അതിലേക്കാണ് ആളുകൾ ശ്രദ്ധിക്കുക. പെർഫോമൻസ് മോശമായ പ്രശ്നമാണ്, പക്ഷേ ആ പെർഫോമൻസ് നല്ലതാണെങ്കിൽ പിന്നെ ആളുകളുടെ ശ്രദ്ധ അതിലേക്കായി. ആ ഫസ്റ്റ് 2 മിനിറ്റ്സ് മാത്രമേ ഐ തിങ്ക് ലുക്സ്, ആളുകൾ എന്താണ് നമ്മൾ കാണുന്നത്, അവരുടെ ഇതെന്താണ്, അതിനപ്പുറത്തേക്ക് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യുന്നതിലായിരിക്കണം ശ്രദ്ധ. അപ്പോൾ ഒരു ഡാൻസറുടെ ഉത്തരവാദിത്തമാണ് നമ്മൾ ചെയ്യുന്ന കല, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, നമ്മൾ പെർഫോം ചെയ്യുന്നത് എന്താണോ അത് ഏറ്റവും മികച്ച രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ അതിനോട് നീതി പുലർത്തുന്നത്. ഐ തിങ്ക് അതായിരിക്കണം ഓരോ ആർട്ടിസ്റ്റിൻ്റെയും പ്രയോറിറ്റി. ലുക്സ് ആർ സെക്കൻഡറി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒരുപാട് കുട്ടികൾ നൃത്ത രംഗത്തേക്ക്, പഠന രംഗത്തേക്ക് വരുന്നുണ്ട്. എന്നിരുന്നാലും അവരെ സംബന്ധിച്ചൊരു മത്സരത്തിൻ്റെ ഭാഗമാകുമ്പോഴോ അല്ലെങ്കിൽ ഒരു സ്റ്റേജിൽ അവതരിപ്പിക്കേണ്ടി വരുമ്പോഴോ വലിയൊരു ചിലവ് വരുന്നുണ്ട് ഈ നൃത്തം. അതുകൊണ്ട് തന്നെ പലരും പിന്നീട് കുറച്ച് കാലം കഴിയുമ്പോൾ അതിൽ നിന്ന് പിന്നോട്ട് പോകുന്നതാണ് കണ്ടിട്ടുള്ളത്. കാരണം ആ ചിലവ് അത്രയും വഹിക്കാൻ വയ്യ എന്നുള്ളത്. 2 സംഗതിയാണ്. നിങ്ങൾ എന്തിനു വേണ്ടി പഠിക്കുന്നു? മത്സരത്തിൽ കളിച്ച് സമ്മാനം നേടി അതിനു വേണ്ടി മാത്രമാണോ നിങ്ങൾ പഠിക്കുന്നത്? അതല്ല, ഒരു കലയെ നിങ്ങൾ അടുത്തറിയാൻ വേണ്ടിയും ഒരു പക്ഷേ ഭാവിയിൽ അതിൽ നമുക്ക് ശോഭിക്കാൻ പറ്റും എന്നൊരു ഉൾവിളി ഉണ്ടായാൽ അതിൻ്റെ കൂടെ നിന്ന് പോവാൻ വേണ്ടി, ഈ 2 കാര്യങ്ങൾക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് പ്രധാനമാണ്. പിന്നെ മത്സരം എന്നുള്ളതൊരു വേറെ തന്നെ ഒരു ഏരിയയാണ്. ഞാനിപ്പോൾ കുറേ വർഷമായിട്ട് നമുക്ക് മാറി നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ അമ്മ എനിക്ക് തോന്നുന്നു 80s ഇവിടെ കേരളത്തിൽ മത്സരങ്ങൾ നടക്കുമ്പോൾ അന്നൊക്കെ വളരെ ഹെൽത്തി ആയിരുന്നു യുവജനോത്സവം. അന്നാണ് വിനീത്തൊക്കെ, അമ്മയുടെ സ്റ്റുഡൻ്റായിട്ട് വിനീത്, KT ഉഷ, ഇവരൊക്കെ അന്നത്തെ കാലത്ത് അമ്മയ്ക്ക് ഒരുപാട് നല്ല സ്റ്റുഡൻസ് സ്റ്റേറ്റ് ലെവലിൽ സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഹെൽത്തി ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് അതിൻ്റെ ഒരു സ്വഭാവം മാറിത്തുടങ്ങി. അമ്മ വിട്ടുനിന്നു. കുറേ വർഷങ്ങൾ അമ്മ വിട്ടുനിന്നതിന് ശേഷം ഞാൻ സ്കൂളിൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഞാൻ വീണ്ടും കുട്ടികളെ മത്സരങ്ങൾക്ക് പഠിപ്പിച്ചു തുടങ്ങി. അവിടെയും ഈ പറഞ്ഞ പോലെ കാര്യങ്ങളുടെ ഒരു സ്വഭാവങ്ങൾ മാറിത്തുടങ്ങിയപ്പോൾ ഞാനും അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. ഈ ചെലവിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ 2 തരത്തിലാണ്. ഒന്ന്, പണ്ടിത് ലൈവ് ഓർക്കസ്ട്രയ്ക്ക് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഈ ഓർക്കസ്ട്രയുടെ ചിലവുകളൊന്ന്, പിന്നെ വേഷവിധാനം, മേക്കപ്പ്, ഇതൊക്കെയാണ് ഇതിൻ്റെ, പിന്നെ പഠിക്കുന്നതിൻ്റെ ഫീസ്, ഇതൊക്കെയാണ് ഇതിൻ്റെ ചിലവുകൾ എന്ന് പറയുന്നത്. ഡാൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഒരു സ്റ്റേജിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ, ഒരു കച്ചേരി ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഇല്ലാതെ പറ്റില്ല. സോ ഇറ്റ് ഈസ് ആൻ എക്സ്പെൻസീവ് ആർട്ട് ടു പ്രാക്ടീസ് ആൻഡ് ടു പെർഫോം. അത് ഒരു റിയാലിറ്റിയാണ്, നമ്മളത് ആക്സെപ്റ്റ് ചെയ്തേ പറ്റും. പക്ഷേ നിങ്ങൾ എന്തിന് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ സംഗതി. മത്സരത്തിന് വേണ്ടി മാത്രം പഠിക്കുന്നവർക്ക് അവർ ഈ പറഞ്ഞ പോലെ പല വിധത്തിലും ചൂഷണം ചെയ്യപ്പെടും. എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു മോട്ടീവ് മത്സരം, കളിക്കുക, സമ്മാനം വാങ്ങുക. അപ്പോൾ അതിനവർ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോവാം. അവർക്ക് അങ്ങനത്തെ സാഹചര്യങ്ങളായിരിക്കാം. സോ ഇറ്റ് ടേൺസ് ഇൻ ടു സംതിങ് ഡിഫറെൻറ്റ്. പക്ഷേ അതല്ല മത്സരം. വെറുതെ ഒരു സ്റ്റേജ് മാത്രമാണ് നമുക്ക്
അതിനപ്പുറത്തേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്ന് പറയുമ്പോൾ അതിലൊരു കമ്മിറ്റ്മെൻ്റായി. ആ കമ്മിറ്റ്മെൻ്റ് ആകുമ്പോൾ അത് നമ്മുടെ ലൈഫും കൂടിയായി. അപ്പോൾ ലൈഫിന് വേണ്ടി നമ്മൾ കുറേയും കൂടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാനും നമ്മൾ സാക്രിഫൈസ് ചെയ്യാനും ഒക്കെ നമ്മൾ റെഡിയാവും. ഇതാണ് എൻ്റെ ഒരു ടേക്ക് ഓൺ ദിസ്. പിന്നെ ചിലർ പറയും വേഷവിധാനം ആവശ്യമില്ല. ഒരു കച്ചേരി നമ്മൾ സ്റ്റേജിൽ ചെയ്യുമ്പോൾ വേഷവിധാനം പ്രോപ്പർ മേക്കപ്പും കോസ്റ്റ്യൂം ഇല്ലാതെ ചെയ്താൽ അത് ലെക്ചർ ഡെമോൺസ്ട്രേഷൻ ആണെങ്കിൽ ഇറ്റ് ഇസ് ഓക്കെ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലേണിംഗ്? അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മളിതിന് എത്രത്തോളം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, എത്രത്തോളം നമ്മൾ എന്താ പറയുക ചൂഷണങ്ങൾക്ക് വിധേയരാകുന്നു എന്നുള്ളതൊക്കെ അടിസ്ഥാനപ്പെടുത്തും.